കഴിഞ്ഞ 32 വർഷത്തെ എൻ്റെ കൗൺസിലിംഗ് അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ യുവാക്കന്മാർക്കും യുവതികൾക്കും കൗമാരപ്രായത്തിലുള്ളവർക്കും ബാലന്മാർക്കും ബാലികമാർക്കും പ്രയോജനകരമായ ചില വിഷയങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ഞാൻ ഈ സെഷനിൽ ആഗ്രഹിക്കുകയാണ്. കഴിഞ്ഞ 32 വർഷത്തെ എൻ്റെ കൗൺസിലിംഗ് അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ യുവാക്കന്മാർക്കും യുവതികൾക്കും കൗമാരപ്രായത്തിലുള്ളവർക്കും ബാലന്മാർക്കും ബാലികമാർക്കും പ്രയോജനകരമായ അവരുടെ ജീവിതത്തിൻ്റെ പല വിഷയങ്ങളെയും ചർച്ച ചെയ്ത കൗൺസിലിംഗ് അനുഭവങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. 32 വർഷങ്ങൾക്ക് മുമ്പൊരിക്കൽ ഞാൻ അവിവാഹിതരായ യുവതികൾക്ക് വേണ്ടി ക്ലാസ് എടുക്കുന്ന സന്ദർഭത്തിൽ വളരെ സജീവമായി വളരെ നർമ്മരസത്തോടുകൂടി ആക്റ്റീവായി ക്ലാസ്സിൽ പങ്കെടുത്തുകൊണ്ടിരുന്ന ഒരു കുട്ടി പെട്ടെന്ന് ഒരു ക്ലാസ്സിൽ ദുഃഖിതയായി കാണപ്പെട്ടു. അവളുടെ ദുഃഖത്തിന് കാരണം എന്താണെന്ന് ചോദിച്ചപ്പോൾ അവൾ കുനിഞ്ഞിരുന്ന കരയുകയല്ലാതെ ഒരു വാക്കുപോലും മറുപടിയായി പറഞ്ഞില്ല. ക്ലാസ് കഴിഞ്ഞപ്പോൾ അവളുടെ അടുത്ത കൂട്ടുകാരിയോട് ഞാൻ പറഞ്ഞു, നിങ്ങൾ രണ്ടുപേരും അല്പസമയം ഇവിടെ ഇരിക്കണം. ക്ലാസ് കഴിഞ്ഞിട്ട് ഞാൻ ആ കൂട്ടുകാരിയോട് ചോദിച്ചു, ഇവൾക്ക് എന്ത് പറ്റി? ഇവളിങ്ങനെയല്ലോ ഇത്രയും നാൾ ക്ലാസ്സിൽ ഇരുന്നത്, അവളെ ഭാരപ്പെടുത്തുന്ന എന്തോ വിഷയങ്ങളുണ്ടല്ലോ. അപ്പോൾ ആ കൂട്ടുകാരി എന്നോട് പറഞ്ഞത്, ഇവൾക്കൊരു പ്രേമ വിഷയമുണ്ടായിരുന്നു. ഇവളൊരു യുവാവിനെ പ്രേമിച്ചു. 5 വർഷത്തോളം അവർ ആ പ്രേമ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോയി. 1 മാസത്തിന് മുമ്പും അവരുടെ വിവാഹത്തെക്കുറിച്ച് അവർ തമ്മിൽ സംസാരിച്ചതാണ്. എന്നാൽ ഈ അടുത്ത ദിവസം ഇവൾ കേട്ടു, ഇവളുടെ കാമുകൻ വേറൊരു യുവതിയെ വിവാഹം കഴിക്കുവാൻ തീരുമാനിച്ചിരിക്കുന്നുവെന്നും അവരുടെ വിവാഹം നിശ്ചയിച്ചിരിക്കുന്നുവെന്നുമൊക്കെ. അതിൻ്റെ പ്രയാസത്തിലാണ് അവൾ ഇപ്പോൾ ആയിരിക്കുന്നത് എന്ന് പറഞ്ഞു. ഞാൻ ആ പെൺകുട്ടിയോട് അല്പനേരം സംസാരിക്കുവാൻ തീരുമാനിച്ചു. അവളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ, അവൾ ഉലച്ചുകൊണ്ടിരിക്കുന്ന ആ മാനസിക വ്യഥ, അതെല്ലാം ഞാൻ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ അവളോട് പറഞ്ഞു, അടുത്ത ക്ലാസ്സിൽ നീ വരുമ്പോൾ, ആഴ്ചയിൽ ഒരിക്കലുള്ളൊരു ക്ലാസ്സായിരുന്നു, നീ ചില കാര്യങ്ങൾ ചെയ്തു കൊണ്ടുവരണം. ഞാനൊരു ഹോംവർക്ക് അവൾക്ക് കൊടുത്തു. ഏറ്റവും അവളോട് പറഞ്ഞു, നീ ഇത് ചെയ്തു കൊണ്ടുവരാമോ എന്ന് ചോദിച്ചു. അവളൊന്നും മിണ്ടാതിരുന്നു അല്പസമയം. അത് കഴിഞ്ഞിട്ട് അവൾ തലകുലുക്കി സമ്മതിച്ചു. അടുത്ത ആഴ്ച അവളത് അതുപോലെ തന്നെ അനുസരിച്ചു. ഞാൻ പറഞ്ഞ കാര്യം അവൾ ചെയ്തു. തുടർന്നും അല്പസമയം ആ ആഴ്ചയിലും അവളുമായി ഞാൻ സംസാരിച്ചു. എന്നിട്ട് അടുത്ത ആഴ്ചത്തേക്ക് ഉള്ള മറ്റു ചില കാര്യങ്ങൾ ചെയ്തു കൊണ്ടുവരാൻ അവളോട് പറഞ്ഞു വെച്ചു. അങ്ങനെ 3-4 ആഴ്ചകളിൽ ഞാൻ അവളുമായി സംസാരിക്കുകയും പിന്നീട് ഏകദേശം ഒരു 8-10 മാസങ്ങൾ കഴിഞ്ഞപ്പോൾ എൻ്റെ ക്ലാസ് പൂർത്തീകരിച്ച് ഞാൻ അവിടെ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറിപ്പോകുന്ന ആ പശ്ചാത്തലത്തിൽ എൻ്റെ ക്ലാസ്സിലായി ഉണ്ടായിരുന്ന പെൺകുട്ടികൾ എല്ലാവരും കൂടി ചേർന്ന് എനിക്കൊരു സെൻഡ് ഓഫ് നൽകുവാൻ തീരുമാനിച്ചു. ആ സെൻഡ് ഓഫിൻ്റെ വേളയിൽ ഞാൻ ആദ്യം പറഞ്ഞ ആ പെൺകുട്ടി, അവൾ നന്ദി സൂചകമായി ചില വാക്കുകൾ പറയുവാൻ എഴുന്നേറ്റിട്ട് പറഞ്ഞത്, ഞാൻ ഇന്ന് ജീവനോടുകൂടി ശേഷിക്കുന്നത് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഞാൻ ക്ലാസ്സിൽ ഒരു ദിവസം ദുഃഖിതയായി കാണപ്പെട്ടപ്പോൾ ഈ സാറ് എൻ്റെ ആ ദുഃഖം മനസ്സിലാക്കി എന്നോട് സംസാരിക്കുകയും തുടർന്നുള്ള ചില ആഴ്ചകളിൽ എന്നോട് സംസാരിക്കുകയും ഒക്കെ ചെയ്തതിൻ്റെ വെളിച്ചത്തിലാണ് ഞാൻ ജീവിതം തുടരുവാൻ ആഗ്രഹിച്ചത്.
അല്ലാതിരുന്നുവെങ്കിൽ ആദ്യത്തെ ആഴ്ച സാറ് എന്നെ കണ്ട ആ ആഴ്ചയിൽ തന്നെ ഞാൻ സ്നേഹിച്ചിരുന്ന ആ യുവാവിൻ്റെ വിവാഹം നടക്കുന്നതിൻ്റെ തലേ ദിവസം ഞാൻ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചതായിരുന്നു. ഞാനിന്നും ജീവനോടുകൂടിയിരിക്കാൻ കാരണം ഈ സാറിൻ്റെ സന്ദർഭോചിതമായ അന്നത്തെ ഇടപെടലായിരുന്നു. അത് എന്നെ വല്ലാതെ കോരിത്തെരിപ്പിച്ചു. എൻ്റെ സന്ദർഭോചിതമായ ഇടപെടൽ മൂലമാണല്ലോ ഈ പെൺകുട്ടി ഇന്ന് ജീവനോടുകൂടി ആയിരിക്കുന്നത്. എങ്കിൽ ഒരു ജീവനെ രക്ഷിക്കുവാൻ എനിക്ക് കഴിഞ്ഞല്ലോ എന്നുള്ള ചാരിതാർത്ഥ്യവും അതിനേക്കാളേറെ എനിക്ക് ദൈവത്തോട് നന്ദിയുമുണ്ടായി. ദൈവം ആളുടെ ജീവൻ രക്ഷിക്കുവാൻ എന്നെ ഉപയോഗിച്ചല്ലോ എന്നോർത്ത് അന്ന് ഞാൻ തീരുമാനമെടുത്തതാണ് കൗൺസിലിംഗ് പഠിക്കുക. വാസ്തവത്തിൽ കൗൺസിലിംഗ് ഞാൻ ചെറുതായിട്ട് ക്ലാസ്സിൽ പഠിച്ചിരുന്നു. അതിൻ്റെ വെളിച്ചത്തിലാണ് ഞാൻ ആ പെൺകുട്ടിയുമായിട്ട് സംസാരിച്ചതും. എന്നാൽ ആ അമാച്വർ കൗൺസിലിംഗ് എക്സ്പീരിയൻസിലൂടെ തന്നെ ഒരു വ്യക്തിയുടെ ജീവിതത്തെ നേടുവാൻ കഴിഞ്ഞു എങ്കിൽ കൗൺസിലിംഗ് എത്ര അധികമായി പ്രയോജനം ചെയ്യും എന്ന് കണ്ടിട്ട് ഞാൻ കൗൺസിലിംഗ് തുടർന്ന് പഠിക്കുവാൻ ആഗ്രഹിച്ചു. അങ്ങനെ കൗൺസിലിംഗ് പഠിക്കുവാനും ട്രാൻസാക്ഷണൽ അനാലിസിസ് സ്പെഷ്യലൈസ് ചെയ്യുവാനും കഴിഞ്ഞു. ഈ കൗൺസിലിംഗ് അനുഭവം പിന്നീട് എൻ്റെ ജീവിതത്തിൽ അനേക യുവാക്കന്മാരെയും യുവതികളെയും ബാലന്മാരെയും ബാലികമാരെയും ഒക്കെ വിവിധ തലങ്ങളിൽ സഹായിക്കുവാൻ കഴിഞ്ഞു. മാത്രമല്ല മാരേജ് കൗൺസിലിംഗ്, പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് അതൊക്കെ ഞാൻ സാധാരണ ചെയ്തുകൊണ്ടിരിക്കുന്ന എൻ്റെ ഒരു ശുശ്രൂഷയുടെ ഭാഗമാണ്. കൗൺസിലിംഗ് എന്ന് കേൾക്കുമ്പോൾ തന്നെ പലരും ഇന്നത്തെ കാലത്ത് തെറ്റിദ്ധരിക്കുകയും അത് മറ്റെന്തോ ആണെന്നൊക്കെ ചിന്തിക്കുകയും ചെയ്യുന്ന ഒരു ഘട്ടമാണ്. ഇന്ത്യയിൽ പ്രത്യേകിച്ചും കേരളത്തിൽ എല്ലാറ്റിനും ഉപരിയായി ഇങ്ങനെയുള്ള സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്. അമേരിക്കയിലോ മറ്റ് വിദേശ രാജ്യങ്ങളിലോ കൗൺസിലിംഗ് സുപരിചിതമാണ്. അവർക്ക് വയറ്റുവേദന വന്നാൽ ഡോക്ടറെ കാണാൻ പോകുന്നത് പോലെ, ഒരു പല്ലുവേദനയോ തലവേദനയോ വന്നാൽ അതിന് തക്ക രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നത് പോലെ മനസ്സിന് സംഘർഷമുണ്ടാകുമ്പോൾ, ഭാരമുണ്ടാകുമ്പോൾ, വളരെ ദുഃഖമായ അനുഭവങ്ങളുണ്ടാകുമ്പോൾ അതിൽ നിന്നൊക്കെ ഒന്ന് വിടുതൽ പ്രാപിക്കുവാൻ, പിരിമുറുക്കമുണ്ടാകുമ്പോൾ അതിൽ നിന്നൊക്കെ ഒരു അയവ് ലഭിക്കുവാൻ ഒക്കെ കൗൺസിലിംഗ് വളരെ പ്രയോജനകരമാണെന്ന് പാശ്ചാത്യ നാടുകളിലുള്ളവർക്കും യൂറോപ്യൻ രാജ്യങ്ങളിലുള്ളവർക്കും മറ്റുമൊക്കെ അറിയാം. പക്ഷേ ഇന്ത്യയിൽ പ്രത്യേകിച്ച് കേരളത്തിൽ കൗൺസിലിംഗ് എന്ന് കേൾക്കുമ്പോൾ ഇന്ന് വളരെ തെറ്റായിട്ട് അതിനെ കാണുന്നവരുണ്ട്. ഇതൊരു മാനസിക രോഗ ചികിത്സയോ മറ്റോ ആണോ? അങ്ങനെ തങ്ങളുടെ മകൾക്ക് അല്ലെങ്കിൽ മകൻ എന്തെങ്കിലും മാനസിക സംഘർഷം നേരിട്ടാൽ ഒരു കൗൺസിലറെ കാണാൻ പോവുക എന്ന് വെച്ചാൽ പിന്നീട് മാനസിക രോഗിയായിരുന്നത് കൊണ്ട് മാനസിക രോഗ ചികിത്സയ്ക്കായിട്ട് കൊണ്ടുപോയതാണെന്ന് ആളുകൾ തെറ്റിദ്ധരിക്കുമോ? പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ വിവാഹ കാലഘട്ടത്തിൽ അത് വിവാഹത്തിന് തടസ്സമാകുമോ എന്നൊക്കെ ചിന്തിച്ച് മാതാപിതാക്കൾ കൗൺസിലിങ്ങിന് കുട്ടികളെ കൊണ്ടുപോകാൻ മടിക്കാറുണ്ട്. പലരും പരീക്ഷയുടെ ഘട്ടങ്ങളിലാണ് പല മാതാപിതാക്കളും തങ്ങളുടെ മക്കളെ കൗൺസിലിങ്ങിനായിട്ട് എൻ്റെ അടുത്ത് കൊണ്ടുവരാറുള്ളത്. അവർക്ക് ഭയം, ചിലർക്ക് രാത്രിയിൽ ഉറക്കമില്ല, മറ്റു ചിലർക്ക് വയറ്റിളക്കം, വേറെ ചിലർക്ക് തലവേദന, ചിലർക്ക് കണ്ണുവേദന, മറ്റു ചിലർക്ക് കൈ വിറയ്ക്കുന്നു, വേറെ ചിലരുടെ കൈപ്പത്തികളിൽ അത് ഉയർക്കുന്നു. വല്ലാത്ത അസ്വസ്ഥതകളും രോഗമായിട്ട് മാറുന്ന അനുഭവങ്ങൾ
ശ്രദ്ധിക്കാൻ വരുന്ന അനുഭവങ്ങൾ, ഇങ്ങനെ പരീക്ഷാ ഭയം കൊണ്ട് ഉണ്ടാകുന്ന പല സംഘർഷങ്ങളും മനസ്സിൽ ടെൻഷനുകളുണ്ടാകുമ്പോൾ അതിന് പെട്ടെന്ന് പരീക്ഷയുടെ തലേ ദിവസമോ അതിൻ്റെ 2 ദിവസം മുമ്പോ ഒക്കെ ഓടി ഒന്ന് കൗൺസിലിങ്ങിനായിട്ട് ഗത്യന്തരമില്ലാതെ കൊണ്ടുവരുന്ന അനുഭവങ്ങൾ ഉണ്ട്. ഞാൻ അവരോട് പറയാറുണ്ട്, വാസ്തവത്തിൽ ഈ അനുഭവം അവർക്ക് നേരത്തെയും ഉണ്ടായിരുന്നു. ഫൈനൽ എക്സാമിനേഷൻ്റെ തലേ ദിവസമല്ല, അതിനു മുമ്പുള്ള എക്സാമിനേഷൻ്റെ സമയങ്ങളിലും ഇതൊരു പക്ഷേ മാതാപിതാക്കൾ ചെറിയ തോതിലല്ലെങ്കിലും ഇത്രയും ഗൗരവമായിട്ടുള്ള നിലയിലല്ലെങ്കിലും അവർ അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൂടെ അവർ കടന്നു പോയിട്ടുണ്ട്. അതൊക്കെ കുട്ടികളെ ശാസിക്കുകയോ ഉപദേശിക്കുകയോ ഒക്കെ ചെയ്ത ഒരു തരത്തിൽ തട്ടിമുട്ടി അങ്ങ് കാര്യങ്ങൾ കൊണ്ടുപോയി എന്നുള്ളതല്ലാതെ അതിന് ഒരു മനഃശാസ്ത്രജ്ഞനെ കാണണം, അല്ലെങ്കിൽ ഒരു കൗൺസിലറിനെ കാണണം, അതും അല്ലെങ്കിൽ അതിനൊരു പരിഹാരം നേടണം എന്നൊന്നും അന്ന് മാതാപിതാക്കൾ ചിന്തിച്ചിരുന്നില്ല. അവർക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അവബോധമുണ്ടായിരുന്നില്ല എന്ന് വേണം കരുതാൻ. ഇന്നും അത് തന്നെയാണ് സംഭവിക്കുന്നത്. ഇന്ന് പലർക്ക് അറിയാം കൗൺസിലറിൻ്റെ അടുത്ത് പോയാൽ കാര്യങ്ങൾ നടക്കുമെന്ന് അറിഞ്ഞാൽ, പക്ഷെ മറ്റു ഭയങ്ങൾ കൊണ്ട് അവർ കൊണ്ടുവരാറില്ല, കൗൺസിലിങ്ങിന് അവർ പോകാറില്ല. അതുപോലെ തന്നെ കൗൺസിലിങ്ങിനെ കുറിച്ച് പിന്നെ ചിലരുടെ തെറ്റിദ്ധാരണ, ഇത് ഹിപ്നോട്ടിസമാണോ, ഇനി ഇതിലൂടെ ആളുകൾ ഹിപ്നോട്ടൈസ് ചെയ്യുമോ, ഹിപ്നോട്ടൈസ് ചെയ്താൽ അതിന് വേറെ ഭവിഷ്യത്തുകളോ പരിണിത ഫലങ്ങളോ ഉണ്ടാകുമോ, ഇങ്ങനെയൊക്കെയുള്ള ചിന്തകളും മനുഷ്യരെ അലട്ടാറുണ്ട്. എന്നാൽ കൗൺസിലിംഗ് ഹിപ്നോട്ടിസം അല്ല എന്നുള്ള യാഥാർത്ഥ്യവും അവർ മനസ്സിലാക്കുന്നില്ല. അപ്പോൾ ഇതും ഒരു മാനസിക രോഗ ചികിത്സയല്ല, ഇതൊരു ഹിപ്നോട്ടിസമല്ല. വേറെ ചിലർ ഇതിനെക്കുറിച്ച് വിചാരിക്കുന്നത് ഇത് അവരുടെ സംശയങ്ങൾക്കുള്ള നിവാരണം വരുത്തൽ എന്നാണ്. പക്ഷേ കൗൺസിലിംഗ് ഒരു സംശയ നിവാരണ ഒരു വേദിയും അല്ല. വേറെ ചിലർ മറ്റു പലതുമാണ് ഈ കൗൺസിലിങ്ങിനെ കുറിച്ച് ചിന്തിക്കുന്നത്. പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടങ്ങളിൽ ക്രിസ്ത്യൻ മിനിസ്ട്രികൾ നടത്തുന്ന സഹോദരന്മാർ അവരുടെ ബ്രോഷറുകളിൽ അവരുടെ മിനിസ്ട്രിയുടെ ഒരു ഭാഗം കൗൺസിലിംഗ് എന്ന് വയ്ക്കാറുണ്ട്. എന്നിട്ട് ഞാൻ പലരോടും ചോദിച്ചു, വാട്ട് ഡു യു മീൻ ബൈ ദിസ്? ഇതുകൊണ്ട് നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? നിങ്ങൾക്ക് കൗൺസിലിംഗ് എന്താണെന്ന് അറിയാമോ? നിങ്ങൾ കൗൺസിലിംഗ് വാസ്തവത്തിൽ നടത്തുന്നുണ്ടോ? അത് പ്രൊഫഷണലായിട്ട് നടത്തേണ്ട രീതിയിൽ അറിയുന്നവരാരെങ്കിലും നിങ്ങളുടെ ഇടയിലുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അപ്പോഴാണ് അവർ യാഥാർത്ഥ്യം തുറന്നു പറയുന്നത്, ഇല്ല, ഞാൻ അറിയില്ല, ഇങ്ങനെ പലയിടത്തും അവർ കണ്ടു, അതുപോലെ അവരും വെച്ചു. അത് പിന്നെ ഞാൻ അല്പം കൂടെ ഗൗരവമായിട്ട് അതിനെക്കുറിച്ച് ചോദിച്ചാൽ, സാറൊന്ന് വരാമോ, ഞങ്ങളൊന്ന് ഹെൽപ്പ് ചെയ്യാമോ എന്നൊക്കെ ചോദിച്ച് ഒരു വിധത്തിൽ തടി തപ്പുന്നത് കാണാറുണ്ട്. മറ്റൊരവസരത്തിൽ എൻ്റെ കൂടെ പ്രവർത്തിക്കുന്ന ഒരു യുവാവ് അവന് കുടുംബത്തിൽ പ്രശ്നമായ പശ്ചാത്തലത്തിൽ എന്നോട് വന്ന് പറഞ്ഞു, അവൻ്റെ ഭാര്യയെ ഒന്ന് വിളിച്ച കൗൺസിലിംഗ് നടത്തണമെന്നൊക്കെ. ഞാൻ പറഞ്ഞു, ശരി, അവളോട് പറയും, ഒരു ദിവസം അവളെ കൂട്ടിക്കൊണ്ട് വരുമെന്ന് പറഞ്ഞു. അവൻ പോയിട്ട് മടങ്ങി വന്നിട്ട് എന്നോട് പറഞ്ഞു, വെച്ചോ അവൾ വരുന്നില്ല, കാരണം കൗൺസിലിങ്ങിനെ കുറിച്ച് കേട്ടപ്പോൾ തന്നെ അവളങ്ങ് പൊട്ടിത്തെറിച്ചു. അവൾ പറഞ്ഞു, അവളുടെ നാട്ടിൽ ഒരു യുവതി ഇതുവരെ ഒരിടത്ത് കൗൺസിലിങ്ങിന് പോയി അനുഭവിക്കേണ്ടുന്ന പീഡനത്തെക്കുറിച്ച് അവൾ കേട്ടിട്ട് അവൾക്ക് ക്ഷോഭമാണ് ഉണ്ടായത്, തൻ്റെ ഭാര്യയ്ക്ക് ക്ഷോഭമുണ്ടായി, അതുകൊണ്ട് അവൾ കൗൺസിലിങ്ങിനായിട്ട് വന്നില്ല എന്ന്. അങ്ങനെ കൗൺസിലിംഗ് എന്താണെന്ന് അറിയാതെയും അതിൻ്റേതായ ധാർമ്മിക ബോധ്യങ്ങളോ മൂല്യങ്ങളോ ഒന്നും അറിയാതെയൊക്കെ കൗൺസിലിംഗ് നടത്തുന്ന പലരെക്കുറിച്ചും കേൾക്കുന്നുണ്ട്. അവർ മുറിവൈദ്യൻ രോഗിയെ കൊല്ലും എന്ന് പറയുന്ന അർത്ഥത്തിൽ ഇന്ന് കൗൺസിലിംഗ് വികലമാക്കുന്നുണ്ട്. അതുവരെ ഈ നാടുകളിൽ കേരളത്തിൽ പ്രത്യേകിച്ചും കൗൺസിലിംഗ് എന്നുള്ള വാക്ക് വളരെ സുലഭമായി ഉപയോഗിച്ചു വരുന്നു. ഇപ്പോൾ എൻജിനീയറിങ്ങിൻ്റെയും മെഡിസിൻ്റെയും എൻട്രൻസ് കഴിഞ്ഞാൽ ഒരു കൗൺസിലിംഗ് ഉണ്ട്. അല്ലെ, വന്ന് ഈ നഴ്സറി സ്കൂളിൽ ചേർക്കാനായിട്ട് കുട്ടികളെ അതിനും കൗൺസിലിംഗ്. എന്താണ് ഈ കൗൺസിലിംഗ്? അവരുദ്ദേശിക്കുന്നത് നഴ്സറി സ്കൂളിൽ ചേർക്കാൻ പോകുന്ന കുട്ടിയുടെ പാരൻസിനെ വിളിച്ചിട്ട് അവരുടെ ഫീസിൻ്റെ കാര്യങ്ങളും അവരുടെ കുട്ടികൾക്ക് ഡ്രസ്സിൻ്റെ കാര്യങ്ങളും അവരുടെ സ്കൂൾ ബസ്സിൻ്റെ കാര്യങ്ങളും അങ്ങനെയുള്ള വിവിധ കാര്യങ്ങളെക്കുറിച്ച് ഈ മാതാപിതാക്കളെ ബോധ്യപ്പെടുത്തുവാനായിട്ടുള്ള ഒരു സെഷൻ, ഒരു ഇൻ്റർവ്യൂ സെഷൻ, അത് മറ്റൊന്ന് അതുപോലെയുള്ള അവരെ ബോധവൽക്കരിക്കാൻ, അത് ബോധ്യമാക്കാൻ, അല്ലെങ്കിൽ സ്കൂളിൻ്റെ നിയമങ്ങളെക്കുറിച്ചും അതിൻ്റെ ചിട്ടവട്ടങ്ങളെക്കുറിച്ചുമുള്ള കാര്യങ്ങളൊക്കെ അറിയിക്കുവാൻ വേണ്ടിയുള്ള ഒരു മീറ്റിംഗ്.
അതിനുവേണ്ടി അതിനെയും കൗൺസിലിംഗ് എന്നാണ് പറയുക. ഇങ്ങനെ എന്തിനും ഏതിനും കൗൺസിലിംഗ് എന്ന വാക്ക് ഇന്ന് സുലഭമായി ഉപയോഗിച്ചു വരുന്നു. എന്നാൽ ഇവിടെ ഒരു അനുഭവം ഞാൻ പറയാം. ഒരു പാസ്റ്റർ, ഒരു ദൈവദാസൻ, ദൈവസഭയുടെ ശുശ്രൂഷകൻ ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുന്ന മകനുമായിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഇവന് ഭയങ്കര ക്രിക്കറ്റ് ഭ്രമമാണ്, ക്രിക്കറ്റ് ഭ്രാന്താണ്, ഇവന് ഊണിൽ ഉറക്കത്തിൽ എപ്പോഴും ക്രിക്കറ്റ്, ഇവൻ ടോയ്ലറ്റിൽ പോകുന്നതും ക്രിക്കറ്റും കളിച്ചുകൊണ്ടാണ്. എന്ന് പറഞ്ഞാൽ ആക്ഷൻ കാണിച്ചുകൊണ്ടാണ് അവൻ ടോയ്ലറ്റിൽ പോലും പോകാറുള്ളത്. എൻ്റെ ടോയ്ലറ്റിൽ നിന്നിട്ടും ക്രിക്കറ്റ് കളിയാണ്. അതുകൊണ്ട് അതിന് ഒത്തിരി സമയം എടുത്തിട്ടാണ് ബാത്റൂമിൽ നിന്നൊക്കെ ഇറങ്ങുന്നത് തന്നെ എന്നൊക്കെ പരിഭവമായിട്ട് പറഞ്ഞു. അതുകൊണ്ട് സാർ ഇവനെ ഒന്ന് ഉപദേശിച്ച് ഒന്ന് ശരിയാക്കണം. അപ്പോഴീ ബാലൻ്റെ മുഖത്തേക്ക് ഞാൻ നോക്കി. പെട്ടെന്ന് അവൻ്റെ മുഖം നിരുണ്ടു. കാരണം അവൻ്റെ പിതാവ് ഒരു ഉപദേശിയാണ്. അദ്ദേഹം ഉപദേശിച്ചിട്ട് മടുത്തിട്ട് ഇപ്പോൾ അതിനേക്കാൾ വലിയൊരു ഉപദേശി എന്ന് കാണുന്ന ഒരാളോട് കൊണ്ടുവന്നു എന്നുള്ള ഭാവത്തിലാണ് അവൻ്റെ ഹൃദയത്തിൽ ഒരു ഷട്ടർ വലിച്ചിട്ടു. അത് ഞാൻ കണ്ടപ്പോൾ ഞാൻ ആ ബാലൻ്റെ പിതാവിനോട് പറഞ്ഞു, അദ്ദേഹത്തിന് പുറത്ത് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പോയിട്ട് 1-1.5 മണിക്കൂർ കഴിയുമ്പോൾ മടങ്ങി വരാനായിട്ട് പറഞ്ഞു. ദേവദാസൻ അദ്ദേഹം പോയി കഴിഞ്ഞപ്പോൾ ഞാൻ ഈ ബാലനുമായി സംസാരിക്കാൻ തുടങ്ങി. ഞാൻ അവനോട് ചോദിച്ചു, മോന് ക്രിക്കറ്റ് കളിക്കാൻ വലിയ താല്പര്യമാണല്ലേ? അവൻ പറഞ്ഞ താല്പര്യമാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നല്ലതാ മോൻ അങ്ങനെ എന്തിനോടെങ്കിലും ഒരു താല്പര്യമുള്ളത് നല്ലത് തന്നെയാണ്. ആ ലൈനിൽ മോന് വിജയിക്കാൻ സാധിക്കും, ആ ലൈനിൽ വളരാൻ സാധിക്കും. ഞാൻ പിന്നെ കൂട്ടത്തിൽ ചോദിച്ചു, മോന് ദൈവഭയമുണ്ടല്ലോ? അവൻ പറഞ്ഞു, തീർച്ചയായിട്ടും എനിക്ക് ദൈവഭയമുണ്ട്, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, ബൈബിളൊക്കെ വായിക്കും എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, വളരെ നല്ല കാര്യം, അപ്പോൾ തീർച്ചയായിട്ടും ദൈവം മോനെ സഹായിക്കും. എന്തായാലും മോന് ക്രിക്കറ്റിനോട് താല്പര്യമുണ്ടെങ്കിൽ മോൻ അതിൽ കൂടുതൽ ഇൻട്രസ്റ്റ് എടുക്കണം, മോൻ ക്രിക്കറ്റ് കളിക്കണം, ക്രിക്കറ്റ് കളി വാച്ച് ചെയ്യണം, അതൊക്കെ ചെയ്യണം. ഇപ്പോൾ മോൻ്റെ പപ്പായുടെ പരിഭവം, മോൻ എപ്പോഴും ടി വിയുടെ മുമ്പിലിരിക്കുന്നുവെന്നും ക്രിക്കറ്റ് കാണുന്നുവെന്നും ക്രിക്കറ്റ് കളിക്കുകയാണെന്നും മറ്റൊക്കെയല്ലേ. പക്ഷെ ഞാൻ മോനെ പ്രോത്സാഹിപ്പിക്കുക, മോനത് ചെയ്യണം. കാരണം മോന് താല്പര്യമുള്ള വിഷയം അതായിരിക്കെ ആ ലൈനിൽ മോൻ കളിച്ച് മിടുക്കനായി വലിയ നിലയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ മോനെക്കുറിച്ച് അന്ന് മാതാപിതാക്കൾ വലിയ അഭിമാനമായിരിക്കും. മോൻ കൂടി വരുന്ന ആ സഭയ്ക്ക് മോനൊരു അഭിമാനമായിരിക്കാം, ആ സ്റ്റേറ്റിനൊരു അഭിമാനമായിരിക്കും, രാഷ്ട്രത്തിന് പോലും ഒരു അഭിമാനമായിട്ട് മാറും. ഞാൻ എന്നിട്ട് മോനോട് ചോദിച്ചു, മോൻ്റെ ക്രിക്കറ്റിൻ്റെ ഹീറോ ആരാണ്? അപ്പോൾ അവൻ പറഞ്ഞു, സച്ചിൻ. ഞാൻ പറഞ്ഞു, യെസ്, ഞാനും പിന്നെ സച്ചിനെക്കുറിച്ച് പിന്നെ ഇന്നാൾ പേപ്പറിലും ടെലിവിഷനിലും ഒക്കെ കാണുകയുണ്ടായി. ഇഫ് ക്രിക്കറ്റ് ഈസ് അവർ റിലീജിയൻ, സച്ചിൻ ഈസ് അവർ ഗോഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ബാനറൊക്കെ എഴുതി കാണിച്ചത് ഞാനും കണ്ടു. അപ്പം മോന് സച്ചിനോട് വലിയ താല്പര്യമുണ്ടല്ലേ? അപ്പോൾ മോൻ സച്ചിൻ കളിക്കുന്നത് പോലെയും ആ സ്റ്റൈലിലൊക്കെ കളിക്കാനൊക്കെയാണോ ശ്രമിക്കാറുള്ളത്? ഞാനങ്ങനെ ശ്രമിക്കാറുണ്ട് എന്നൊക്കെ അവൻ പറഞ്ഞു. വാസ്തവത്തിൽ എനിക്ക് ക്രിക്കറ്റിനെ കുറിച്ച് വലിയ ഗ്രാഹ്യമില്ല, ഒരു പൊതുജ്ഞാനമേ ഉള്ളൂ. എന്നാൽ ഇവനുമായിട്ട് ഈ ക്രിക്കറ്റിൻ്റെ ചില കാര്യങ്ങളൊക്കെ ചോദിച്ച് ഇവനോട് സംസാരിക്കുന്ന കൂട്ടത്തിൽ ഞാൻ അതിനെക്കുറിച്ചൊക്കെ പഠിക്കുകയായിരുന്നു, പല കാര്യങ്ങളും. അങ്ങനെ പഠിച്ച ഞങ്ങളുടെ കോൺവെർസേഷൻ 1 മണിക്കൂറിലധികം പോയത് അവനും അറിഞ്ഞില്ല, ഒരു വിധത്തിൽ ഞാനും അറിഞ്ഞില്ല. അങ്ങനെ വന്ന് അവന് വലിയ താല്പര്യമായി. ഈ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞു, മോൻ്റെ കൂടെ ക്രിക്കറ്റ് കളിക്കുന്ന കുട്ടികളും അതുപോലെയുള്ള മറ്റ് ചെറുപ്പക്കാരും ഒക്കെ ഉള്ളപ്പോൾ വല്ലപ്പോഴും ഒക്കെ ഫ്രീ ആയുള്ളപ്പോൾ അവരും കൂടെ മോൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരണം, നമുക്ക് കുറേ സമയമൊക്കെ ഇരുന്ന് പല കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞു. അവന് വലിയ താല്പര്യമായി. അങ്ങനെ താല്പര്യമായ കൂട്ടത്തിൽ ഞാൻ എൻ്റെ ചില അനുഭവങ്ങൾ പറഞ്ഞു. ഞാൻ വിദേശ രാജ്യങ്ങൾ സന്ദർശിച്ചതും സ്വിറ്റ്സർലൻഡിലും ഫ്രാൻസിലും ഇറ്റലിയിലും അമേരിക്കയിലും കാനഡയിലും അങ്ങനെ വിവിധ രാജ്യങ്ങളിൽ പോയ അനുഭവങ്ങളൊക്കെ ഇവനുമായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അവനങ്ങ് ആശ്ചര്യം കൂറുകയായിരുന്നു. കാരണം ഇത്രയും വലിയ ഒരാളുടെ മുമ്പിലാണോ ഞാൻ ഇരിക്കുന്നതെന്ന ഭാവത്തിൽ ഉള്ള ഒരു ഇരിപ്പും. അതുമാത്രമല്ല, അവൻ ഓരോന്ന് എന്നോട് എടുത്ത് ചോദിക്കുമായിരുന്നു, സ്വിറ്റ്സർലൻഡിലും വാസ്തവമായിട്ട് സ്വിറ്റ്സർലൻഡിലും പോയിട്ടുണ്ടോ, പിന്നെ അവിടുത്തെ ഐസ് ഉരുക്കിടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചും ഇങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളല്ലോ എല്ലാവരും ജിജ്ഞാസയോടെ ചോദിക്കുകയും മറ്റുമൊക്കെ ചെയ്തിട്ട് ഞങ്ങളുടെ സംഭാഷണം അങ്ങനെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അങ്ങനെ മുമ്പോട്ട് പോയി. അങ്ങോട്ട് പോകുന്ന കൂട്ടത്തിൽ ഞാൻ മോനോട് പറഞ്ഞു, അങ്ങനെ മോൻ ക്രിക്കറ്റ് കളിച്ച് സച്ചിനെ പോലെ അങ്ങ് ആയിത്തീരും. പിന്നെ
അപ്പോൾ മോൻ പറഞ്ഞു, ഓ ഞാൻ അങ്ങനെ അത്രയൊന്നും ആകുകയില്ല, എന്നാലും എനിക്ക് ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, തീർച്ചയായിട്ടും ആഗ്രഹം ഉണ്ടെങ്കിൽ അത് നടക്കും, മോന് സാധിക്കും. അങ്ങനെ മോൻ കളിച്ച് മിടുക്കനായി വലുതായി സച്ചിനെ പൂരിയോ അതിനേക്കാൾ വലിയൊരു കളിക്കാരനോ ഒക്കെ ആയിത്തീരും. അങ്ങനെ ആയി കഴിയുമ്പോഴത്തേക്കും മോൻ പോയി കളിക്കുന്നിടത്തൊക്കെ സിംഗിൾ സെഞ്ചുറി, ഡബിൾ സെഞ്ചുറി, ഹാട്രിക് സെഞ്ചുറിയൊക്കെ ഇങ്ങനെ അടിച്ചിങ്ങനെ പോകുമ്പോഴത്തേക്കും പിന്നെ മീഡിയ മാധ്യമക്കാരൊക്കെ മോനിങ്ങനെ ചുറ്റും കൂടും. എന്തോ ഒരു ഗമയായിരിക്കും അപ്പോൾ അല്ലേ മോൻ എന്നൊക്കെ പറഞ്ഞ് അവനിങ്ങനെ പ്രോത്സാഹിപ്പിച്ചു എന്ന കൂട്ടത്തിൽ പിന്നെ ഞാൻ ചോദിച്ചു, അപ്പോൾ അങ്ങനെ മോൻ എവിടെയെങ്കിലും ഒരു വിദേശ രാജ്യത്തിൽ ചെന്നിട്ട് ഇങ്ങനെ അവിടെ മാൻ ഓഫ് ദ മാച്ചോ അങ്ങനെ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വലിയ ഒരു നിലയിൽ റെക്കോർഡിൻ്റെ അവസ്ഥയിലൊക്കെ വന്നു കഴിഞ്ഞാൽ ടെലിവിഷൻകാരും മറ്റുമൊക്കെ വന്നിട്ട് മോനോട് ഏത് ഭാഷയിലാണ് അവർ ചോദിക്കുക. അപ്പോഴവൻ അല്പം ഒന്ന് പരിങ്ങിയിട്ട് എന്നോട് പറഞ്ഞു, ഇംഗ്ലീഷിലാണ്. അപ്പോൾ ഞാൻ വീണ്ടും അമ്മനോട് ചോദിച്ചു, എന്നിട്ട് മോൻ ഏത് ഭാഷയിലാണ് അവരോട് മറുപടി പറയുക? അവൻ വീണ്ടും പരിങ്ങി, ഇംഗ്ലീഷിൽ. അപ്പോൾ ഇംഗ്ലീഷിൽ മറുപടി പറയണമെങ്കിൽ മോൻ ഇംഗ്ലീഷ് സംസാരിക്കുമോ? ഇല്ല. അപ്പോൾ മോൻ അതുപോലെ ഇംഗ്ലീഷ് സംസാരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? പഠിക്കണം. എങ്ങനെ പഠിക്കണം? എന്ത് പഠിക്കണം? എപ്പോൾ പഠിക്കണം? എത്ര സമയം പഠിക്കണം? എന്നൊക്കെയുള്ള ചോദ്യം സന്ദർഭോചിതമായി അവസരോചിതമായി പതുക്കെ അവൻ ഇട്ടുകൊടുക്കുകയും അതിൽ പിടിച്ച് കയറി അവസാനം അവൻ തന്നെ തീരുമാനമെടുത്തു, ഞാൻ പഠിക്കാൻ കൂടുതൽ സമയം ഇനി മാറ്റിവെക്കണം, ക്രിക്കറ്റുകൾ കാണണം, ക്രിക്കറ്റ് കളിക്കണം, ഒക്കെ ശരിയാ, പക്ഷേ എനിക്ക് പഠിക്കാനും ഞാൻ സമയം കണ്ടെത്തണം. അല്ലെങ്കിൽ ക്രിക്കറ്റ് കളി മാത്രമായിട്ട് മുമ്പോട്ട് പോയാൽ 10 മനുഷ്യരോടുകൂടി വിദേശ രാജ്യങ്ങളിൽ മറ്റും പോയാൽ അവരോട് മാന്യമായിട്ടൊരു ഭാഷ സംസാരിക്കുവാൻ തനിക്ക് കഴിയാതെ വരുമല്ലോ, അന്ന് താൻ ലജ്ജിതനായി തീരുമല്ലോ എന്ന് അവൻ കരുതിയിട്ട് അവൻ പഠിക്കുവാൻ തീരുമാനമെടുത്തു. വാസ്തവത്തിൽ അവൻ്റെ പിതാവ് മടങ്ങി വരുമ്പോഴേക്കും അവൻ്റെ സ്കൂൾ വിട്ടു വന്നിട്ടുള്ള സമയം മുതൽ അവൻ സ്കൂളിലേക്ക് ഇനി പോകുന്നത് വരെയുള്ള സമയം ഷെഡ്യൂൾ ചെയ്ത് പ്രോഗ്രാം ചെയ്ത് നല്ലൊരു ടൈം ടേബിൾ ഉണ്ടാക്കി. ഞാനവന് പറഞ്ഞു കൊടുത്ത ടൈം ടേബിളല്ല, എൻ്റെ സഹായത്തോടു കൂടി അവൻ തന്നെ അതിന് സമയം കണ്ടെത്തി. അവൻ പഠിക്കുവാൻ 3-3.5 മണിക്കൂറിലധികം, അവൻ അരമണിക്കൂർ പോലും പഠിക്കുവാൻ മെനക്കെടാതിരുന്ന അവൻ 3-3.5 മണിക്കൂർ അവൻ പഠിക്കുവാനായിട്ട് വീട്ടിൽ വെച്ച് പഠിക്കുവാനുള്ള സമയം കണ്ടെത്തി ടൈം ടേബിൾ ഉണ്ടാക്കി. നോക്കൂ, ഞാൻ അവനെ പഠിക്കുവാൻ ഉപദേശിച്ചില്ല. അവൻ്റെ പിതാവ് ചെയ്തുകൊണ്ടിരുന്നത് പോലെ ക്രിക്കറ്റ് കളിക്കണ്ട, ഇനി TV ഓൺ ചെയ്യരുത്, നീ TV കാണരുത് എന്നൊന്നും ഞാൻ വിലക്കിയില്ല. അവൻ വീട്ടിൽ TV വിലക്കുകയാണെങ്കിൽ അവൻ അടുത്ത വീട്ടിൽ പോയിരുന്ന് TV കാണും, അല്ലെങ്കിൽ മറ്റുള്ള സംവിധാനങ്ങൾ അവൻ കണ്ടുപിടിക്കും. എന്തായാലും അങ്ങനെയൊന്നും ഞാൻ ചെയ്യാൻ പോയില്ല. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ അവനെ ഞാൻ ഉപദേശിച്ചില്ല. കൗൺസിലിംഗ് എന്ന വാക്കിനർത്ഥം ഉപദേശം ആണ് എങ്കിൽ തന്നെയും ഞാൻ ഉപദേശിക്കുക അല്ല ചെയ്തത്. അവനെ കൊണ്ട് ആവശ്യമായ ചേഞ്ചുകൾ വരുത്തുവാൻ, അവൻ്റെ മനോഭാവത്തിന് മാറ്റം വരുത്തുവാൻ, അങ്ങനെ അവൻ്റെ ജീവിതത്തിൽ ഒരു വലിയ പരിവർത്തനത്തിന് തുടക്കം കുറിക്കുവാൻ സഹായിച്ചു. അപ്പോൾ കൗൺസിലിംഗ് എന്ന് പറയുമ്പോൾ ഉപദേശമാണ്, അഡ്വൈസാണ് അതിൻ്റെ അർത്ഥമെങ്കിലും ഞാൻ സാധാരണഗതിയിൽ നടത്തുന്ന കൗൺസിലിങ്ങിൽ അധികം ഉപദേശം ഉണ്ടാകാറില്ല. ഉപദേശം തീരെ ഇല്ല എന്നല്ല, പക്ഷെ അധികം ഉപദേശത്തിന് സമയം എടുക്കാറില്ല. ഉപദേശിക്കുന്ന ആളാണല്ലോ സാധാരണഗതിയിൽ അധികം സംസാരിക്കേണ്ടി വരിക. എന്നാൽ കൗൺസിലിങ്ങിൽ കൗൺസിലർ വളരെ കുറച്ച് മാത്രമേ സംസാരിക്കുന്നുള്ളൂ. കൗൺസിലിയെ കൊണ്ട് എന്തുമാത്രം സംസാരിപ്പിച്ച് ഉള്ളിൽ കിടക്കുന്നതൊക്കെ ഇങ്ങോട്ട് ഛർദ്ദിപ്പിച്ചെടുക്കാമോ, അതായത് പുറത്തേക്ക് കൊണ്ടുവരാമോ, അങ്ങനെ കൊണ്ടുവന്ന് അവിടെ ശരിക്കൊരു വെന്റിലേഷൻ തന്നെ ആ
ഇരുളടഞ്ഞ അവസ്ഥകളിൽ മറിഞ്ഞുകിടന്ന മൂടിക്കിടന്ന ഉപബോധ മനസ്സിൽ അടിഞ്ഞുകൂടി കിടന്ന അല്ലെങ്കിൽ സപ്രസ് ചെയ്ത് വച്ചിരുന്ന ആ കാര്യങ്ങളെയൊക്കെ ബോധ മനസ്സിൽ കൊണ്ടുവന്നിട്ട് ഒരു വിശകലനത്തിന് വിധേയമാക്കി ഈ കൗൺസിലിൽ തന്നെ തൻ്റെ മുമ്പിൽ തൻ്റെ പ്രശ്നത്തിൻ്റെ യഥാർത്ഥ കാരണം ആരാഞ്ഞ് കണ്ടെത്തുന്നതിന് വേണ്ടി കൗൺസിലർ പ്രോബിംഗ് ക്വസ്റ്റ്യൻസ് ചൂണ്ട വെച്ച് കൊളുത്തിയെടുക്കുന്ന, ഉള്ളിലറിയാതെ കൗൺസിലിൽ പോലും അറിയാതെ കിടക്കുന്ന ആ വിഷയങ്ങളിങ്ങനെ കൊളുത്തി എടുക്കുന്ന ഒരു അനുഭവത്തിലൂടെയാണ് ഈ കൗൺസിലിംഗ് മുമ്പോട്ട് കടന്നു പോവുക. അങ്ങനെ ഒരിക്കൽ ഞാനൊരു 32 വയസ്സ് പ്രായമുള്ള സഹോദരിയുമായി, ഒരു യുവതിയുമായി സംസാരിക്കുവാനിടയായി. അവൾ വിവാഹത്തിന് തയ്യാറാകുന്നില്ലായിരുന്നു. അവളുടെ മാതാപിതാക്കൾ വളരെ ഭാരപ്പെട്ടു. സുന്ദരിയായ യുവതി, നല്ല വിദ്യാസമ്പന്നം, പോസ്റ്റ് ഗ്രാജുവേറ്റാണ്. നല്ല സാമ്പത്തിക ശേഷിയുള്ള കുടുംബത്തിലാണ്. അവളുടെ അനുജത്തിക്ക് 28 വയസ്സ് പ്രായമായി. പക്ഷേ വിവാഹാലോചന പലത് അവൾക്ക് വരുന്നുണ്ട്. ഇവൾക്കും വളരെയധികം വിവാഹാലോചന വന്നതാണ്. പക്ഷേ ഇവൾ വിവാഹം കഴിക്കാത്തതിൻ്റെ പേരിൽ കേരളത്തിൻ്റെ പാരമ്പര്യ അനുസരിച്ചും പതിവനുസരിച്ചും മൂത്തവൾ നിൽക്കുമ്പോൾ ഇളയവളെ കെട്ടിച്ചയക്കാറില്ലല്ലോ. അതുകൊണ്ട് ഇളയവൾക്ക് പല കല്യാണാലോചനകൾ വന്നിട്ടും അവളെയും ഏജും അധികരിച്ചുകൊണ്ടിരിക്കുന്നു. 28 വയസ്സ് അവൾക്കുമായി. മാതാപിതാക്കൾ വല്ലാതെ ഭാരപ്പെട്ടു. മൂത്തവളുടെ കല്യാണം എങ്ങനെയെങ്കിലും ഒന്ന് നടന്നിട്ട് ഇളയവളെ കെട്ടിച്ചയക്കുവാനാണ് അവർ ആഗ്രഹിക്കുന്നത്. പക്ഷേ അവിടെ ഒരു തരത്തിലും മൂത്തവൾ കല്യാണം കഴിക്കുവാൻ തയ്യാറാകുന്നില്ല. ആരോഗ്യത്തിന് യാതൊരു കുഴപ്പവുമില്ല. ഭക്ഷണങ്ങൾ തയ്യാറാക്കുന്നതിലാണെങ്കിൽ ബഹുമിടുക്കിയാണ്. കാരണം ഗസ്റ്റുകൾ വരുന്നത് അവൾക്ക് താല്പര്യമാണ്. ഗസ്റ്റുകൾ വന്നാൽ അവൾ വിവിധങ്ങളായ നവീനങ്ങളായ പുതുമയുള്ള ഭക്ഷണങ്ങൾ അവൾ തയ്യാറാക്കും. അത് ഗസ്റ്റ് കഴിച്ച് പിന്നെ ഇത് ആരുണ്ടാക്കി, ഇത് വളരെ രുചികരമായിരിക്കുന്നുവല്ലോ എന്നൊക്കെ പറഞ്ഞ് കേൾക്കാൻ അവൾക്ക് വലിയ സന്തോഷമാണ്. പക്ഷെ അതേ സമയത്ത് ഗസ്റ്റ് വന്നാൽ അവൾ ഭക്ഷണം പാചകം ചെയ്ത് വെച്ചിട്ട് അവളുടെ മുറിയിൽ പോയി കഥകടച്ചിരിക്കുക എന്നുള്ളതല്ലാതെ ഗസ്റ്റ്, അത് ബന്ധുക്കളാണെങ്കിൽ പോലും അവർ പുറത്ത് വരികയോ അവരുമായിട്ട് സംസാരിക്കുകയോ പുറത്തേക്ക് വിളിച്ചാൽ പോലും പുറത്ത് വരാത്ത ഒരവസ്ഥ. മാത്രമല്ല ഇവൾ പുറത്തേക്ക് പോകുമായിരുന്നില്ല. പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്, വാസ്തവമാണ്. പക്ഷേ അവൾ മറ്റ് യാതൊരു സോഷ്യൽ ഫങ്ഷനും പോകുമായിരുന്നില്ല. വിവാഹത്തിനോ ഇനി ശവസംസ്കാരത്തിനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കുടുംബപരമായ കാര്യങ്ങൾക്ക് പോലും അവൾ പോകുമായിരുന്നില്ല. അവൾ തൻ്റെ മുറിയിൽ ഏകയായിരിക്കുവാനാണ് ആഗ്രഹിക്കുക. മറ്റു കുഴപ്പമൊന്നുമില്ല. പക്ഷേ അവൾക്ക് വിവാഹം വേണ്ട, അതാണ് അവളുടെ പിടിവാശി. എന്നാൽ അവൾ പള്ളിയിൽ പോകും. അവൾ ക്രിസ്ത്യാനിയാണ്, അവൾ പള്ളിയിൽ പോകും, അതിനൊരു കുഴപ്പമില്ല. പക്ഷെ ബാക്കി ഒരിടത്തും അവൾ പോകുവാൻ തയ്യാറായിരുന്നില്ല. അങ്ങനെ ഇരിക്കുന്ന പശ്ചാത്തലത്തിലാണ് കൗൺസിലിങ്ങിനായിട്ട് എന്നെ സമീപിച്ചില്ല. അവളുടെ മാതാപിതാക്കൾ ഒരു പ്രത്യേക തരത്തിൽ അവളുമായിട്ട് എന്നെ കൂട്ടിമുട്ടിച്ചു. അങ്ങനെ ഞാൻ സംസാരിക്കുവാൻ തുടങ്ങി. അങ്ങനെ സംസാരിക്കുന്ന കൂട്ടത്തിൽ 2-3 സെഷൻസ് ഞങ്ങളങ്ങനെ ഇരുന്നുവെങ്കിലും വാസ്തവമായിട്ട് കാര്യമായിട്ട് വിളന്നുകൊണ്ടാകുവാൻ കഴിക്കാത്തത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ലായിരുന്നു. അങ്ങനെ ഇരിക്കെ പല ചോദ്യങ്ങളുടെ ഇടയിൽ ഒരിക്കൽ അവളുടെ ബാല്യകാലത്തിലെ ഒരു അനുഭവം അവളിങ്ങനെ പങ്കുവച്ചു. അവർ ടൗണിലാണ് താമസിക്കുന്നത്. എന്നാൽ അങ്ങ് ദൂരെ അവളുടെ മാതാവിൻ്റെ ജന്മസ്ഥലത്ത് അവിടെ മാതാവിൻ്റെ ഫാദറും മദറുമുണ്ട്. അവർ വാർദ്ധക്യ അവസ്ഥയിലാണ്. അവർക്ക് വലിയ റബ്ബർ തോട്ടങ്ങളും വലിയ എസ്റ്റേറ്റുകളൊക്കെ ഉള്ളൊരു വലിയ ഫാമിലിയാണ്, സമ്പന്ന കുടുംബമാണ്. അപ്പോൾ അവധിക്കാലത്ത് ഇവൾ ഗ്രാൻഡ് പാരൻസിൻ്റെ അടുത്ത് പോകുക പതിവായിരുന്നു. അങ്ങനെ അവിടെ പോകുമ്പോൾ അവിടെ ഒരു കാര്യസ്ഥനുണ്ട്. ഈ കൃഷികളെല്ലാം നോക്കി കണ്ട് ചെയ്യുന്ന, വർഷങ്ങളായിട്ട് അവിടെ കാര്യസ്ഥനായിരിക്കുന്ന ഒരു പ്രായം ചെന്ന ഒരു മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു. ഈ മകളുടെ പ്രായത്തിൽ അവളുടെ അമ്മയ്ക്ക് ഇവളുടെ പ്രായം ഉണ്ടായിരുന്നപ്പോൾ ഈ മനുഷ്യൻ തൻ്റെ അമ്മയെ ഇങ്ങനെ എടുത്തുകൊണ്ടൊക്കെ നടന്ന അനുഭവങ്ങളൊക്കെ അവിടെ ചെല്ലുമ്പോഴൊക്കെ ഇങ്ങനെ പറയുമായിരുന്നു. എന്തായാലും അങ്ങനെ എല്ലാ വർഷവും അവിടെ പോകുമ്പോൾ ഈ പ്രായമുള്ള ആ കാര്യസ്ഥനും ആയിട്ട് തോട്ടത്തിലൊക്കെ ചുറ്റി നടക്കുകയും അദ്ദേഹം ഓരോ സാധനങ്ങളൊക്കെ പറിച്ചു കൊടുക്കുകയും അങ്ങനെയൊക്കെ വലിയ സന്തോഷമായിട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നു. എന്നാൽ
ഇവള് 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ആ അവധിക്ക് അവൾ തൻ്റെ ഗ്രാൻഡ് പാരൻസിൻ്റെ അവിടെ പോയപ്പോൾ ഈ പ്രായമുള്ള കാര്യസ്ഥൻ അവളെ സ്നേഹത്തോടെ തൻ്റെ ശരീരത്തോട് ചേർത്ത് പിടിച്ചു. അത് അവൾക്കെന്തോ അസ്വസ്ഥതയായിട്ടോ അപാകതയായിട്ടോ അഭംഗിയായിട്ടോ തോന്നിയിട്ട് അവൾ കുതറി മാറാൻ ശ്രമിച്ചു. പക്ഷേ അദ്ദേഹം പിടിവിട്ടില്ല. അദ്ദേഹം കുറച്ചുകൂടെ തന്നോട് ചേർത്ത് ആ കുട്ടിയെ നിർത്തി. അത് അവൾക്ക് ഒട്ടും സഹിക്കാത്ത ഒരവസ്ഥയായതുകൊണ്ട് അവൾ അദ്ദേഹത്തിൻ്റെ കൈത്തണ്ടയിൽ ഒറ്റ കടി അങ്ങ് വെച്ചു കൊടുത്തു. അദ്ദേഹം പെട്ടെന്ന് കയം വലിച്ചെടുത്തപ്പോൾ വിളങ്ങ് ഓടി ചെന്ന് വീട്ടിനകത്ത് കയറി വീടിൻ്റെ ബാത്റൂമിൽ കയറി കതകടച്ചു. അത്രയുമേ അവൾക്ക് ഓർമ്മയുള്ളൂ. അവൾ അവിടെ ബോധം കെട്ട് വീണു. വാസ്തവത്തിൽ അവൾ അതിനകത്ത് കയറിയത് ഈ മനുഷ്യൻ കണ്ടില്ല. വീടിനകത്തേക്ക് ഓടി കയറുന്നതേ കണ്ടുള്ളൂ. ഈ ഇവളെ കാണാതെ വന്നിട്ട് പിന്നീട് ഇവരെല്ലാം അന്വേഷണം തുടങ്ങി. ഈ മനുഷ്യനറിയാം അവളിങ്ങനെ വീടിനകത്തേക്ക് ഓടി കയറിയതറിയാം എന്നുള്ളതല്ലാതെ അത് ഇദ്ദേഹം ആരോടും പറയുന്നില്ല. പക്ഷെ എന്നാലും ഇവളെ കാണാത്തത് കൊണ്ട് അന്വേഷിക്കാൻ തുടങ്ങിയപ്പോൾ എല്ലാവരും വീട്ടിലും അവിടെ ഇവിടെയൊക്കെ നോക്കിയെങ്കിലും ഈ ബാത്റൂം അടഞ്ഞു കിടക്കുന്നത് അവിടെ ശ്രദ്ധയിൽപ്പെട്ടില്ല. പിന്നെ മണിക്കൂറുകൾ കഴിഞ്ഞാണ് അതവരുടെ ശ്രദ്ധയിൽപ്പെടുന്നതും അവർ മുട്ടിയിട്ട് തുറക്കാത്തത് കൊണ്ട് അവർ കതക് തല്ലി പൊട്ടിച്ച് അവർ അതിനകത്ത് കടക്കുകയും ചെയ്തു. അപ്പോൾ ബോധമില്ലാതെ നിലത്ത് കിടക്കുന്ന കുട്ടിയെ ആശുപത്രിയിൽ കൊണ്ടുപോയി. അവൾ ചികിത്സിച്ചു. മറ്റ് യാതൊരു പ്രശ്നവും ഒന്നും ഉണ്ടായില്ല. അവൾ ബാത്റൂമിൽ പോയപ്പോൾ തല ചുറ്റി വീണു എന്നിട്ടോ എല്ലാവരും കരുതിയുള്ളൂ. അവളും ഓർക്കുന്നില്ല, എന്താ സംഭവിച്ചൊന്നും ഓർക്കുന്നില്ല. പിന്നീട് അങ്ങനെയാണ് മുമ്പോട്ട്. പക്ഷെ അടുത്ത വർഷം മുതൽ അവൾ ആ അവധിക്ക് സമയത്ത് തൻ്റെ മാതാവിൻ്റെ വീട്ടിൽ പോകാതെയായി. പിന്നീട് അവൾ അങ്ങോട്ട് പോയിട്ടേയില്ല. അതിൽ തുടങ്ങിയ വിഷയമായിരുന്നു വാസ്തവത്തിൽ അവൾക്ക് വിവാഹം വേണ്ട എന്നുള്ളൊരവസ്ഥ വരെ കൊണ്ടെത്തിച്ചത്. പിന്നീട് അവൾക്ക് 10 പേര് കാണുന്നിടത്ത് ചങ്കിടിക്കും, അവളുടെ കൈയൊക്കെ വിയർക്കും. പള്ളിയിൽ പോകുമ്പോൾ പ്രശ്നമില്ല, കോളേജിൽ പോകുമ്പോൾ പ്രശ്നമില്ല. അതല്ലാതെ മറ്റൊരു ഫംഗ്ഷനിലും അവൾ പോവുകയോ അവർ ആരുമായിട്ടും ബന്ധപ്പെടുകയോ സഹകരിക്കുകയോ ഒന്നും ചെയ്യാതെ ഒഴിഞ്ഞു മാറി പോയിക്കൊണ്ടിരുന്നതിൻ്റെ പിന്നിലുണ്ടായിരുന്ന കാരണം അന്ന് ആ ബാല്യകാലത്ത് അവൾക്കുണ്ടായ ആ തിക്തഫലമാണെന്നുള്ള യാഥാർത്ഥ്യം ആരും തന്നെ അറിഞ്ഞിരുന്നില്ല. വാസ്തവത്തിൽ ഇങ്ങനെ കിണ്ടിക്കിളച്ച് ഇങ്ങനെ കൂലങ്കഷമായി പരിശോധിച്ച് ഒരു വിധത്തിൽ ഒരു സ്കാനിങ് നടത്തുന്നത് പോലത്തെ അനുഭവമാണ് കൗൺസിലിങ്ങിലൂടെ നടക്കുക. അപ്പോൾ ഇന്ന് അനേക യുവാക്കന്മാർ അവരുടെ ജീവിതത്തിൽ അവർ അനുഭവിക്കുന്ന പിരിമുറുക്കത്തിന് കാരണം പലപ്പോഴും അപ്പോഴുണ്ടായ എന്തെങ്കിലും സംഭവമായിരിക്കില്ല. അപ്പോഴുണ്ടായ സംഭവം മോങ്ങാനിരുന്ന നായയുടെ തലയിൽ തേങ്ങ വീണു എന്ന മട്ടിലേ ഉള്ളൂ. വാസ്തവത്തിൽ അവിടെ പ്രശ്നം ബാല്യകാലത്തിൽ അനുഭവങ്ങൾ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. അനേക കേസുകളിൽ ഞാൻ ഇങ്ങനെ ബാല്യകാല അനുഭവങ്ങൾ ചികഞ്ഞ് ചെന്നിട്ട് അവിടെ വെച്ച് നടന്ന അനുഭവങ്ങളാണ് ഇവരെ പിന്നീടുള്ള അവരുടെ ജീവിതത്തിൽ വളരെ പ്രതിസന്ധികളും പ്രതികൂലമായ അനുഭവങ്ങളിലൂടെ കടത്തിവിട്ടതെന്ന് എനിക്ക് കാണുവാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയുള്ള കൗൺസിലിംഗ് അനുഭവങ്ങളിൽ ബാല്യകാല അനുഭവങ്ങൾ മാത്രമല്ല, ചില അവസരങ്ങളിൽ ആ വ്യക്തി മാതാവിൻ്റെ ഉദരത്തിലായിരിക്കുമ്പോൾ തന്നെ മാതാവ് അനുഭവിച്ച ചില കാര്യങ്ങൾ, മാതാവിനുണ്ടായ ചില സംഘർഷങ്ങൾ, അത് കുഞ്ഞേറ്റെടുക്കുകയും അത് കുഞ്ഞിൻ്റെ ജീവിതത്തിൽ പിൽക്കാല ജീവിതത്തിൽ അത് വളരെ ആഘാതങ്ങൾ വരുത്തുകയും ചെയ്ത അനുഭവങ്ങൾ വേറെയുമുണ്ട്. അപ്പോൾ ബാല്യകാല അനുഭവങ്ങളും മാതാവിൻ്റെ ഉദരത്തിൽ വെച്ച് തന്നെ ഉള്ള അനുഭവങ്ങളുമെല്ലാം പിൽക്കാലത്തുള്ള ജീവിതത്തിൻ്റെ പിരിമുറുക്കങ്ങൾക്ക് ആക്കം കൂട്ടുകയും അത് പ്രശ്നം സൃഷ്ടിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. എന്നാൽ ഇതിൽ നിന്നൊക്കെ വിടുതൽ പ്രാപിക്കുവാനായി കൗൺസിലിംഗ് വളരെ അത്യന്താപേക്ഷിതമായ ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് ആധുനിക ലോകത്ത്, ഈ ഹൈടെക് യുഗത്തിൽ
ടെൻഷൻ ഏറെ വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ, പ്രത്യേകിച്ച് ആത്മഹത്യ കേരളത്തിൽ ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന നിരക്കിൽ ആത്മഹത്യ നടക്കുകയും ചെയ്യുന്ന പശ്ചാത്തലത്തിൽ യുവജനങ്ങൾ പ്രത്യേകിച്ചും കൗൺസിലിങ്ങിനെ കുറിച്ച് ചില കാര്യങ്ങൾ അറിയുകയും അവരുടെ ജീവിതത്തിലുണ്ടായിരുന്ന പിരിമുറുക്കങ്ങൾ അപ്പോൾ അയച്ചു വിട്ടുകൊണ്ടിരിക്കുകയും ചെയ്യണം കൗൺസിലിങ്ങിലൂടെ. അപ്പോൾ വാസ്തവത്തിൽ കൗൺസിലിംഗ് ഒരു മാനസിക രോഗ ചികിത്സയല്ല, മാനസിക രോഗികളാകാതിരിക്കാനുള്ള ഒരു പ്രക്രിയ, ഒരു പ്രിവെൻഷൻ കൂടിയാണ് കൗൺസിലിംഗ്. അല്ലെങ്കിൽ മുറുകി വെട്ടിയിട്ട് പിന്നെ ശരിക്കും കറക്കുന്ന പോലെ കറങ്ങുന്ന അനുഭവം ഉണ്ടാകാതിരിക്കുന്നതിന് കൗൺസിലിംഗ് വളരെ അത്യന്താപേക്ഷിതമായ ഒരു കാര്യമാണ്. ഇത് പറഞ്ഞ് കേൾക്കുമ്പോൾ തോന്നും, എനിക്കങ്ങനെ കാര്യമായിട്ടുള്ള പിരിമുറുക്കമൊന്നുമില്ല, എനിക്കങ്ങനെ കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ല, എനിക്ക് ഹാൻഡിൽ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ എനിക്കുള്ളൂ എന്നൊക്കെ പലരും ചിന്തിച്ചു പോകാം. എന്നാൽ കൗൺസിലിംഗ് ആവശ്യമില്ലാത്ത ഒരു മനുഷ്യരുമില്ല. നമുക്കെല്ലാവർക്കും കൗൺസിലിംഗ് ആവശ്യമാണ്. ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ നമ്മളൊക്കെ പിടിച്ചു നിൽക്കുന്നതേ ഉള്ളൂ. നമ്മുടെ ടെൻഷനുകൾ ഉണ്ടാകുമ്പോൾ ഹൂ ഈസ് നോർമൽ, ആരാണ് 100% നോർമലായിട്ടുള്ളത്? ഒരു തരത്തിൽ പറഞ്ഞാൽ എല്ലാവരും അല്പസ്വല്പം അബ്നോർമൽസ് അല്ലേ? ആണ്. നമ്മളെല്ലാവരും ഒരു അളവിൽ, വ്യത്യസ്തമായ അളവുകളിൽ നമ്മൾ അബ്നോർമൽസാണ്. അപ്പോൾ നമുക്കെപ്പോഴും ടെൻഷനുകൾ ഉണ്ടാകാറുണ്ട്. അപ്പോഴൊക്കെ എപ്പോഴും നമുക്ക് കൗൺസിലറിനെ സമീപിക്കാൻ സാധിക്കുകയോ അങ്ങനെ സുലഭമായി നമ്മുടെ നാട്ടിലെ കൗൺസിലർമാർ, പഠിച്ച പ്രൊഫഷണലായിട്ടുള്ള കൗൺസിലർമാരോ ഉണ്ടാകുകയോ ചെയ്യുക എളുപ്പമല്ല. എങ്കിൽ തന്നെയും ഇപ്പോൾ കൗൺസിലിങ്ങിനെ കുറിച്ചുള്ള അവബോധം വർദ്ധിച്ചു വരുന്ന സ്ഥിതിക്ക് അതിൻ്റെ ആവശ്യകത നമ്മൾ മനസ്സിലാക്കുകയും അത് പ്രയോജനപ്പെടുത്തുകയും ചെയ്യുന്നത് നമുക്കും അനേകർക്കും വളരെ വിടുതലിന് കാരണമായി തീരും. പ്രത്യേകിച്ച് ആത്മഹത്യ നിങ്ങളുടെ കൂട്ടുകാർ, നിങ്ങളുടെ നാട്ടുകാർ, സഹപാഠികൾ അല്ലെങ്കിൽ അയൽക്കാർ അവർ ദുഃഖിതരായി അവരെ കണ്ടപ്പോൾ അവരെ ഒന്ന് കാണുവാൻ, അവരുടെ ഭാരം എന്താണെന്നൊന്ന് അറിയുവാൻ, അവരെ ദുഃഖിപ്പിക്കുന്ന വ്യസനിക്കുന്ന വിഷയം എന്താണെന്നൊന്ന് ആരായുവാനും, അവർക്ക് അവരുടെ ബേർഡൻ, അവരുടെ ഭാരം ഇറക്കി വയ്ക്കുവാൻ നിങ്ങളൊരു ചെവി കൊടുക്കുവാനും, അതായത് അവരുടെ ഭാരങ്ങളൊന്ന് ഒന്ന് ഭാരം ഇറക്കി വയ്ക്കാൻ ഒരു അവസരം ഒരുക്കി കൊടുക്കുവാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ല എങ്കിൽ, ബൈബിളിൽ പറയുന്നത് പോലെ നിൻ്റെ സഹോദരൻ എവിടെ എന്ന് ചോദിച്ചാൽ, നിൻ്റെ സഹോദരൻ ആത്മഹത്യ ചെയ്ത് അവൻ നിത്യമായ നാശത്തിലും നരകത്തിലും ചെന്ന് പെട്ടുകഴിഞ്ഞാൽ, നിൻ്റെ സഹോദരൻ ദുഃഖിതനായി അവനെ കണ്ടപ്പോൾ, വിഷാദരോഗിയായി കണ്ടപ്പോൾ, മ്ലാനവധനായി കണ്ടപ്പോൾ അവന് നീ ഏത് നിലയിൽ സഹായിച്ചു എന്ന് നിൻ്റെ സഹോദരൻ എവിടെ എന്ന് ചോദിച്ചാൽ എന്ത് മറുപടിയായിരിക്കും നിനക്ക് കൊടുക്കാൻ കഴിയുക? പണ്ട് കായേൻ ആബേലിനെ തൻ്റെ സഹോദരനെ അടിച്ചു കൊന്നപ്പോൾ ദൈവം ചോദിച്ചു, കായേനെ നിൻ്റെ സഹോദരൻ എവിടെ? അപ്പോൾ കായേൻ പറഞ്ഞത്, എൻ്റെ സഹോദരൻ്റെ കാവൽക്കാരനാണോ ഞാൻ എന്നാ. നമ്മളും അങ്ങനെയായിരിക്കുമോ ചോദിക്കുക? ദൈവത്തോട് ചോദിക്കുക? അല്ലല്ലോ, അല്ല. എങ്കിൽ കൗൺസിലിംഗ് എന്താണെന്ന് നമുക്ക് പഠിക്കാം. കൗൺസിലിംഗ് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാം. നമുക്ക് മറ്റുള്ളവരെ സഹായിക്കാനും ഉപയോഗിക്കാം. ഈ ഹൈടെക് യുഗം ഞാൻ പറഞ്ഞു, അതിപ്പോൾ ടെൻഷൻ ഏറെ വരുത്തുന്ന ഒരവസരമാണ്. എവിടെയും കോമ്പറ്റീഷന്. ജീവിക്കണമെങ്കിൽ, ഇന്നത്തെ ഈ യുഗത്തിൽ ജീവിക്കണമെങ്കിൽ നല്ല ജോലി വേണം. നല്ല ജോലി വേണമെങ്കിൽ നന്നായിട്ട് പ്രൊഫഷണലി ക്വാളിഫൈഡ് ആയിരിക്കണം. അങ്ങനെ പ്രൊഫഷണലി നന്നായിട്ട് ക്വാളിഫൈഡ് ആകണമെങ്കിൽ, അവിടേക്ക് അഡ്മിഷൻ കിട്ടണമെങ്കിൽ നല്ല മാർക്ക് വേണം. നല്ല മാർക്ക് വേണമെങ്കിൽ ശരിക്കും ഒരു കോമ്പറ്റീഷൻ തന്നെയാണ്. അതുകൊണ്ട് ഇന്ന് പണ്ടത്തെ പോലെ 60 മാർക്ക് വെച്ച് ഫസ്റ്റ് ക്ലാസ് വാങ്ങിയാൽ ഒരു അഡ്മിഷൻ ഒരിടത്തും കിട്ടാനൊന്നും പോകുന്നില്ല. 85 മാർക്ക് അതിൽ കൂടുതലോ വാങ്ങിച്ച് ഡിസ്റ്റിങ്ഷൻ വാങ്ങിയാൽ പോലും അഡ്മിഷൻ കിട്ടണമെന്ന് നിർബന്ധമില്ല. അതുകൊണ്ട് ഇപ്പോൾ 90, 95, 96, 97, 99, 100 മാർക്കൊക്കെ വാങ്ങി ജയിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ അതിൻ്റെ ഹൈ ലെവലിൽ അതിൻ്റെ റിസൾട്ട് വിജയശതമാനം അങ്ങനെ കയറിക്കൊണ്ടിരിക്കുമ്പോൾ
അതുപോലെ പഠിക്കുവാനായിട്ടുള്ള ടെൻഷൻ ഇന്ന് ഏറുകയാണ്. എല്ലാ അളവിലും ടെൻഷൻ കയറുകയാണ്. മാത്രമല്ല ഈ ഇൻഫർമേഷൻ ഫ്ലോ അതിൻ്റെ ഫ്ലഡ് തന്നെയാണ്. അത് വെറുതെ ഫ്ലോ അല്ല, അതിങ്ങനെ ഒരു കുത്തൊഴുക്ക് പോലെ വന്നിട്ട് അത് ശരിക്കും വന്നു കഴിഞ്ഞിട്ട് അത് ഒരു മലവെള്ള പാച്ചിൽ പോലെയാണ് ഇൻഫർമേഷൻ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുക. പുതിയ അറിവുകൾ. അതുകൊണ്ട് ഇപ്പോൾ ഒരു ഇൻ്റർവ്യൂവിന് പോയാൽ തന്നെയും എപ്പോഴും നമ്മൾ വളരെ അപ്ഡേറ്റഡ് ആയിരിക്കണം, ടു ദ മാർക്ക്, എല്ലാം ഏറ്റവും ലേറ്റസ്റ്റ്. ഇപ്പോൾ ഒരു ടെക്നോളജി ഒന്ന് ഇറങ്ങിക്കഴിഞ്ഞ് അത് ഒന്ന് ഗ്രഹിച്ച് വരുന്നതിന് മുമ്പ് വേറൊന്ന് ഇറങ്ങിക്കഴിഞ്ഞു, അതൊന്ന് മനസ്സിലാക്കി വരുന്നതിന് മുമ്പ് മറ്റൊന്ന് ഇറങ്ങിക്കഴിഞ്ഞു. നമുക്കിപ്പോൾ അറിയാം, നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന കമ്പ്യൂട്ടർ അല്ലെങ്കിൽ സെൽഫോൺ, ഇതൊക്കെ തന്നെ ദിവസത്തിന് ദിവസം പുതിയ കാര്യങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ഈ പശ്ചാത്തലത്തിൽ നമ്മൾ ഒരു ദിവസം ഒരു ലേറ്റ് ആയാൽ നമ്മൾ പഴഞ്ചനായി ആ നിലയിൽ. അതുപോലെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് അത് പെട്ടെന്ന് അത് കൈക്കലാക്കുക, ഹൃദയസ്ഥമാക്കുക, അത് പ്രായോഗികത്തിൽ കൊണ്ടുവരിക, അങ്ങനെയുള്ള ഒരു ലോകത്തിൻ്റെ ടെൻഷനിൽ നമ്മൾ നിൽക്കുമ്പോൾ ജീവിതത്തിൽ അനേക ടെൻഷൻ നമുക്ക് ആ നിലകളിൽ ഉണ്ടാകും. അതിനെയൊക്കെ എങ്ങനെയാണ് പരിഹരിക്കേണ്ടത്, എങ്ങനെയാണ് ഈ ലോകത്തിൽ നമ്മൾ നേരിടേണ്ടത്, അതിനെ ടാക്കിൾ ചെയ്യേണ്ടത്? അപ്പോൾ ഈ ലോകം ഓടുന്നതിന് ഒത്തവണ്ണം നമ്മൾ ഓടേണ്ടതായിട്ട് വരും. അങ്ങനെ ഓടുന്ന പശ്ചാത്തലത്തിൽ ആത്മീയരായ മക്കൾക്ക് അല്ലെങ്കിൽ ആത്മീയരുടെ മക്കൾക്ക് അവർക്ക് ഒരു വിധത്തിൽ പറഞ്ഞാൽ മറ്റുള്ളവരെക്കാൾ കൂടുതൽ ടെൻഷൻ അനുഭവിക്കുന്ന ഒരു പശ്ചാത്തലമാണെന്നുള്ളത്. കാരണം ഇന്നും ടെലിവിഷൻ വീടുകളിൽ പാടില്ല, ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞ് പഠിപ്പിക്കുകയും അത് നിരുത്സാഹപ്പെടുത്തുകയും അത് നിരോധിക്കുകയും ചെയ്യുന്ന ആത്മീയ പശ്ചാത്തലങ്ങളുണ്ട്. അങ്ങനെയുള്ളപ്പോൾ കുട്ടികൾക്ക് കോമ്പറ്റേറ്റീവ് വേൾഡിൽ അവർ ആത്മീയമായ കാര്യങ്ങൾ മാത്രമല്ല, ഭൗതികമായ കാര്യങ്ങളിൽ പഠിച്ച് ആ കാര്യങ്ങളിൽ അവർ കോമ്പറ്റേറ്റീവ് ലെവലിൽ അവർ നിലവാരം പുലർത്തി അവർ ഉന്നത റാങ്കിലോ അല്ലെങ്കിൽ ഗ്രേഡോ ഒക്കെ കിട്ടി ആ നിലയിലൊക്കെ ജീവിതത്തിൽ വിജയം വരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ വീട്ടിലെ ഒരു സംസ്കാരം, പുറത്തവരിറങ്ങുമ്പോൾ മറ്റൊരു സംസ്കാരം, അവർ സഭയിൽ പോകുമ്പോൾ അല്ലെങ്കിൽ കൂട്ടായ്മയ്ക്ക് ആത്മീയ ആരാധനയ്ക്ക് പോകുമ്പോൾ വേറൊരു സംസ്കാരം, ഇങ്ങനെയൊക്കെ ആയിട്ട് കുട്ടികൾ കിടന്ന് വലയുകയാണ്. അതുകൊണ്ട് ഏത് ഇവിടെയൊക്കെ ടെൻഷനാണ്. ഇവിടെയെല്ലാം ഇവർ റോൾ പ്ലേ ചെയ്യേണ്ടി വരുന്നു ഇപ്പോൾ. അങ്ങനെ വാസ്തവത്തിൽ അവരുടെ തനിമയല്ല പലപ്പോഴും പ്രകടമാകുക, എപ്പോഴും ഒരു തരം അഭിനയമാണ്, അല്ലെങ്കിൽ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ്, അല്ലെങ്കിൽ ഒരു അഡാപ്റ്റീവ് ചൈൽഡായിട്ട് അവർ അങ്ങനെയുള്ള ഒരു ആറ്റിറ്റ്യൂഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. അങ്ങനെ വരുമ്പോൾ യഥാർത്ഥത്തിലുള്ള ഒരുവൻ്റെ തനിമ അത് വെളിപ്പെടുന്നില്ല. വാസ്തവത്തിൽ ദൈവം ആഗ്രഹിക്കുന്നതും ദൈവം നമ്മിൽ നിക്ഷിപ്തമാക്കിയിട്ടുള്ളത് നമ്മുടെ തനിമയാണ്. ആ തനിമ അവർക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമായിട്ട് ഇത് മാറുന്നു. അത് തന്നെ വലിയൊരു ടെൻഷനാണ്. കാരണം അവനെ തന്നെ കണ്ടെത്താൻ കഴിയുന്നില്ല, അവന് അംഗീകരിക്കാൻ കഴിയുന്നില്ല, അവനെ സ്നേഹിക്കാൻ കഴിയുന്നില്ല, അവനെ തന്നെ കണ്ടെത്താനോ അവനെ തന്നെ അംഗീകരിക്കാനോ അവനെ തന്നെ സ്നേഹിക്കാനോ കഴിയാതെ വരുമ്പോൾ മറ്റുള്ളവരുവിനെ എങ്ങനെ അവനെ സ്നേഹിക്കുക, അംഗീകരിക്കുക, അവനെ മനസ്സിലാക്കുക? കാരണം അവന് തന്നെ കഴിയുന്നില്ല. അപ്പോൾ മറ്റുള്ളവർക്കും അതുപോലെ. അങ്ങനെ വരുമ്പോഴത്തേക്ക് അവന് പിന്നെ വരുന്ന ടെൻഷൻ, അവന് സമൂഹത്തിൽ അംഗീകാരമില്ല, കുടുംബത്തിൽ അംഗീകാരമില്ല, അവൻ സ്വയമായിട്ട് തന്നെ അവനെ അംഗീകരിക്കാത്ത ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സിൻ്റെ ഒരു ആകെത്തുകയായിട്ട് മാറുന്നത് പോലെയുള്ള അനുഭവങ്ങൾ. ഇങ്ങനെയുള്ള അനുഭവങ്ങളിൽ നിന്ന് ഭയം ഉളവാകുന്നു, സംഘർഷം ഉളവാകുന്നു, ആശങ്കകൾ ഉളവാകുന്നു, തോൽവിയുടെ ഭീതിയെ അവനെ ഭരിക്കുന്നു. മറ്റുള്ളവരുടെ മുമ്പിൽ അവൻ ശമിപ്പിക്കപ്പെടുമോ, അവൻ എളിപ്യനാക്കപ്പെടുമോ, അവൻ അവിടെ ആയുസ്സായി പോകുമോ, ഇങ്ങനെയൊക്കെ ഉള്ള ചിന്തകൾ കൊണ്ട് പലതിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്ന പ്രവണതകൾ. അങ്ങനെയുള്ള പ്രവണതകൾ വരുമ്പോഴത്തേക്കും പിന്നെ അവൻ്റെ വാസ്തവത്തിലുള്ള അവൻ്റെ സൈക്കിക് എനർജി ശരിക്കും പ്രയോജനപ്പെടുത്താൻ കഴിയാതെ അത് ഡിവൈഡഡായി പോകുന്ന അനുഭവങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുക. അതുകൊണ്ട് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ അവന് കൊടുത്തിട്ടുള്ള കഴിവിൻ്റെ 10% പോലും ഉപയോഗിക്കുന്നില്ല എന്ന് സ്റ്റഡീസ് പറയുമ്പോൾ ലേറ്റസ്റ്റായിട്ട് പറയുന്നത് 6% പോലും അവൻ ഉപയോഗിക്കുന്നില്ല എന്ന്. ഈ 6% പോലും ദൈവം അവന് കൊടുത്തിട്ടുള്ള കഴിവ് ഉപയോഗിക്കാതെ തന്നെ അവൻ ഇന്നത്തെ കമ്പ്യൂട്ടർ യുഗത്തിൽ അവൻ എത്തി നിൽക്കുന്നുണ്ടെങ്കിൽ, അവർ IT യുഗത്തിൽ, ഇന്നത്തെ ഹൈടെക് യുഗത്തിൽ അവൻ എത്തി
നിൽക്കുന്നുവെങ്കിൽ അവൻ്റെ ദൈവം അവനിൽ കൊടുത്തിട്ടുള്ള കഴിവിൻ്റെ 20, 30, 40, 50 ഒക്കെ ശതമാനം അവൻ ഉപയോഗിച്ചിരുന്നുവെങ്കിൽ എന്തിന് 50? ഇപ്പോൾ 6 ശരിക്കും 10, 15 ഉപയോഗിച്ചിരുന്നെങ്കിൽ അവൻ്റെ സങ്കല്പത്തിലുള്ള സൂപ്പർമാനും സ്പൈഡർമാനും ഒക്കെ ഒന്നും അല്ലാതെയായി മാറും. അവൻ അതിനേക്കാൾ വലുതായിത്തീരും. എന്നാൽ ദൈവത്തിനും മഹത്വം, ദൈവത്തിൻ്റെ വചനത്തിൽ ഹല്ലേലൂയ വളരെ ദൈവം ഉപയോഗിച്ച ശക്തന്മാരായ മനുഷ്യരുണ്ട്. അവർ ദൈവകൃപയിൽ ആശ്രയിച്ച് നിന്നപ്പോൾ അവർക്ക് വൻ കാര്യങ്ങൾ ചെയ്യുവാൻ കഴിഞ്ഞുവെന്ന് ബൈബിൾ പറയുന്നു. സാംസൺ, ശക്തനായ മനുഷ്യൻ, ഒറ്റയ്ക്ക് 1000 10,000 കൊന്നൊടുക്കുവാൻ കഴിയുന്ന വില്ലാളി വീരൻ, അവൻ രക്ഷപ്പെട്ടുപോയി. സൊളമൻ ജ്ഞാനികളിൽ ജ്ഞാനിയായിരുന്നു. അവൻ്റെ ജ്ഞാനം കണ്ടിട്ട് അത് കേട്ടിട്ട് വളരെ വിദൂരതയിൽ നിന്ന് രാജ്ഞി അവൾ ശലോമോൻ്റെ ജ്ഞാനം കേട്ടത് ശരിയാണോ എന്നറിയാനായിട്ട് കടന്നുപോയി. ജെറൂസലേമിൽ പോയി അവളത് കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ അവൾ പറഞ്ഞത്, ഞാൻ കേട്ടത് വന്ന് നേരിൽ കണ്ടപ്പോൾ കേട്ടതൊന്നുമില്ല എന്ന്, അതിനേക്കാൾ ശ്രേഷ്ഠമാണ്. പക്ഷെ ആ ശലോമോനും പിൽക്കാലത്ത് പെട്ടുപോയി. പക്ഷെ ഞാൻ ഇവിടെ പറയുന്നത് പെട്ടുപോയതിനെ കുറിച്ചല്ല, എന്തുമാത്രം കഴിവ് മനുഷ്യൻ ബുദ്ധിതലത്തിലും ശാരീരിക ബലത്തിലും ഒക്കെ ഉപയോഗിച്ചിരുന്നു. പക്ഷെ അങ്ങനെ ഉപയോഗിച്ചിട്ട് നിഗളിച്ച് നശിച്ചു പോകുന്നതിനേക്കാൾ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് ദൈവമേ എന്ന് വിളിച്ച് കഴിയായിരിക്കും നല്ലതല്ലോ എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷേ അങ്ങനെ ഒതുങ്ങാനല്ല, ദൈവം നൽകിയ കഴിവുകൾ മുഴുവനും ഉപയോഗിക്കുവാനും അങ്ങനെ ദൈവനാമത്തിന് മഹത്വം, ഏറിയ മഹത്വം നൽകുവാനുമൊക്കെ ദൈവം മനുഷ്യന് ആ കഴിവുകൾ നൽകി. അപ്പോൾ നമ്മളെ തന്നെ കണ്ടെത്തേണ്ട ഒരു ആവശ്യകത ഇരിക്കുന്നു. യേശു പറഞ്ഞു, നിങ്ങളെ സ്നേഹിക്കുന്നത് പോലെ നിങ്ങളുടെ അയൽക്കാരനെ സ്നേഹിക്കണം, തന്നെത്താൻ സ്നേഹിക്കുന്നത് പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കണമെന്ന്. അപ്പം തന്നെത്താൻ സ്നേഹിക്കണമെങ്കിൽ അവനെ കണ്ടെത്തണം, യഥാർത്ഥത്തിൽ കണ്ടെത്തണം. ഇപ്പോൾ വാസ്തവത്തിൽ തന്നെത്താൻ നമ്മളെ സ്നേഹിക്കുന്നുണ്ടോ? ഇല്ല. നമ്മൾ അംഗീകരിക്കണ്ടോ? ഇല്ല. നമ്മൾ അംഗീകരിക്കാതെ നമ്മളാകാൻ ആഗ്രഹിക്കുന്ന നമ്മുടെ ഹീറോ ഉണ്ട്, ആ ഹീറോയെയാണ് നമ്മൾ അംഗീകരിക്കുക. സോ വി പ്രൊജക്റ്റ് അവർ സെൽസ്, അല്ലെങ്കിൽ നമ്മൾ ഇമാജിൻ ചെയ്യുന്ന, നമ്മൾ ആയിത്തീരുവാൻ ആഗ്രഹിക്കുന്ന ആ വ്യക്തിയെ ഒന്ന് അനുകരിക്കാൻ, അല്ല ആ വ്യക്തി ആയിത്തീരാനുള്ള ആ വ്യക്തിയാണ് ഞാനെന്നുള്ള ഒരു പ്രൊജക്ഷൻ നമ്മൾ വരുത്തുകയും അതിനെ നമ്മൾ അംഗീകരിക്കാൻ ശ്രമിക്കുകയും നമ്മൾ സ്നേഹിക്കാൻ ശ്രമിക്കുകയും അങ്ങനെ ഇരിക്കുമ്പോൾ മറ്റുള്ളവരെ വാസ്തവത്തിൽ നമ്മളിൽ കാണുന്ന അല്ലേ അംഗീകരിക്കൂ, അതിലെ സ്നേഹിക്കൂ. അപ്പോൾ നമ്മളിൽ കാണുന്ന നമ്മളെ അല്ല അംഗീകരിക്കുന്നത്, നമ്മളല്ലാത്ത, നമ്മളാകാൻ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ നമുക്ക് ഇല്ലാത്ത എന്തിനെയോ നമ്മൾ പ്രൊജക്റ്റ് ചെയ്ത് അതിനെയാണ് നമ്മുടെ ഹീറോ ആയിട്ട് നമ്മൾ അംഗീകരിക്കുക. ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ വാസ്തവത്തിൽ ദൈവം നമുക്ക് ഓരോരുത്തർക്കും നൽകിയിട്ടുള്ളതൊരു തനിമയുണ്ട്. ആ തനിമ, ആ യുനിക്നെസ് കണ്ടെത്തി നമ്മുടെ കഴിവുകളെ വികസിപ്പിച്ചെടുത്ത് ദൈവനാമ മഹത്വത്തിനായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങിയാൽ ദൈവം ആഗ്രഹിക്കുന്ന അളവിൽ ശ്രേഷ്ഠമായ വൻ കാര്യങ്ങൾ നമ്മളെ കൊണ്ട് ചെയ്യുവാനാകും. അവിടെ നാം ആരും നിരാശപ്പെട്ട് നമ്മൾ പിന്മാറി നിൽക്കാനുള്ളവരല്ല. നമ്മളുടെ ഒരു കുഞ്ഞുപോലും അപകർഷബോധത്തിൽപ്പെട്ട് വലയേണ്ട വ്യക്തിയല്ല. ദൈവം തൻ്റെ സ്വന്തം ഛായയിൽ, സ്വന്തം ആകൃതിയിൽ നമ്മളെ മെനഞ്ഞു, നമ്മളെ സൃഷ്ടിച്ചു എന്നാണ് ബൈബിൾ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ദൈവത്തിൻ്റെ മക്കൾ, ദൈവത്തിൻ്റെ സൃഷ്ടി എന്നതിൽ തന്നെ മക്കൾ. പിന്നീട് യേശുവിൻ്റെ മനുഷ്യ അവതാരത്തിലൂടെ നമ്മുടെ പാപങ്ങൾ യേശു വഹിച്ച കാൽവരി ക്രൂശിൽ അതിനെ പൂർണ്ണമായും തീർത്ത് അവിടുന്ന് മരിച്ചടക്കപ്പെട്ട് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നത് നമ്മളെ ദൈവപുത്രന്മാരാക്കി തീർക്കുവാനാണ്. ദൈവമക്കളായി ദൈവപുത്രന്മാരായിരുന്ന നമ്മളെ പിശാചിൻ്റെ അടിമത്വത്തിൽപ്പെടുത്തി നമ്മൾ പിശാചിൻ്റെ മക്കളാക്കി തീർത്തപ്പോൾ വീണ്ടും ദൈവം മനുഷ്യനായി വന്നിട്ട് നമ്മളെ ദൈവപുത്രന്മാരാക്കി തീർക്കാനായി ഈ അനുഭവവും, അപ്പോൾ ഈ ആത്മീയ വെളിച്ചവും ദൈവം നമ്മിൽ നിക്ഷിപ്തമാക്കിയിട്ടുള്ള ഈ കഴിവുകളുമെല്ലാം ഉപയോഗിച്ച് നമ്മൾ വാസ്തവത്തിൽ നമ്മളെ തന്നെ ഒന്ന് കണ്ടെത്തിയാൽ നമ്മുടെ ജീവിതത്തിലുള്ള പല പിരിമുറുക്കം മാറുകയും വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ നമുക്ക് ഇന്നത്തേക്കാൾ ശ്രേഷ്ഠമായ അളവിൽ ഉയരുകയും വളരുകയും ഒക്കെ ചെയ്യും.
ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്നുള്ള ദൈവവചനം എപ്പോഴും ഏത് പ്രതിസന്ധിയിലും ഏത് സാഹചര്യത്തിലും നമുക്ക് ബലവും ആശ്വാസവും നൽകുന്ന ഒന്നാണ്. നാം ഒരു കാര്യം മാത്രം ഓർത്തിരുന്നാൽ മതി: ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്കാണ് ജീവിതത്തിൻ്റെ ഏത് സാഹചര്യങ്ങളിലും എല്ലാം നന്മയ്ക്കായി പരിണമിക്കുന്നത്. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാന്മാരുണ്ടോ എന്ന് കാണുവാൻ ദൈവം സ്വർഗത്തിൽ നിന്ന് മനുഷ്യപുത്രന്മാരുടെ ഇടയിലേക്ക് നോക്കുന്നുവെന്ന് സങ്കീർത്തനം 14:2 പറയുന്നു. അപ്പോൾ ദൈവം അന്വേഷിക്കുന്നത്, തന്നെ അന്വേഷിക്കുന്ന ബുദ്ധിമാന്മാരുണ്ടോ എന്ന് കാണുവാൻ ദൈവം സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് മനുഷ്യപുത്രന്മാരുടെ ഇടയിലേക്ക് നോക്കുന്നുവെന്ന് സഭാപ്രസംഗി 12-ാമത്തെ പറയുന്നു: നിൻ്റെ യൗവനത്തിൽ തന്നെ നിൻ്റെ ദൈവത്തെ നീ കണ്ടെത്തുക. യൗവനത്തിൽ, നിൻ്റെ യൗവനം ആരും തുച്ഛീകരിക്കപ്പെടരുതെന്ന് തിമോഥെയോസിന് എഴുതുന്ന ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ തിമോഥെയോസിനെ പ്രബോധിപ്പിക്കുന്നുണ്ട്. യൗവനം വളരെ പ്രധാന കാലഘട്ടമാണ്, ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാന കാലഘട്ടം. ആ കാലഘട്ടത്തിൽ നമുക്ക് ദൈവത്തിനെതിരായി നീങ്ങാൻ കഴിയും, ദൈവത്തോട് ചേർന്ന് നടക്കാൻ കഴിയും, എന്ത് വേണമെങ്കിൽ ആകാം. നല്ല പ്രസരിപ്പുള്ള, രക്തത്തിളപ്പുള്ള, ചൊറിയുറുക്കുള്ള, ആവേശമുള്ള ആ കാലഘട്ടത്തിൽ ദൈവം നോക്കുന്നത് അങ്ങനെയുള്ള ചെറുപ്പക്കാരെ, അങ്ങനെയുള്ള യുവാക്കന്മാരെ, യുവതികളെ തൻ്റെ വേലയ്ക്ക്, തനിക്ക് പ്രയോജനപ്പെടുത്തുവാൻ വേണം എന്നാണ്. ഈ ദൈവിക വേല എന്ന് പറയുന്നത് സുശേഷീകരണം മാത്രമല്ല, മറ്റ് അനവധി നിലകളിൽ ദൈവത്തിന് നമ്മെ ഉപയോഗിക്കുവാനായിട്ടുണ്ട്. നാം അവൈലബിൾ ആയാൽ മതി. അപ്പോൾ ദൈവം നമുക്ക് തന്ന കഴിവുകളെ നാം പ്രയോജനപ്പെടുത്തിയാൽ മതി. താലന്ത് കുഴിച്ചിട്ടതുപോലെ, ഒരു താലന്ത് കിട്ടിയവൻ അതുകൊണ്ട് കുഴിച്ചിട്ടു, എന്നാൽ 2 കിട്ടിയവൻ അത് ഇരട്ടിയാക്കി, 5 കിട്ടിയവൻ അതിന് ഇരട്ടിയാക്കി. അവർക്ക് അതിനൊത്തവണ്ണം ചെറിയ കാര്യങ്ങളിൽ വിശ്വസ്തനായിരുന്നവർക്ക് വലിയ കാര്യങ്ങളിൽ അവരെ ആക്കും എന്നുള്ള ആ വചനപ്രകാരം ദൈവം നമുക്ക് നൽകിയിട്ടുള്ള കഴിവുകൾ, താലന്തുകൾ, അതൊക്കെ നാം ശരിയായ നിലകളിൽ പ്രയോജനപ്പെടുത്താൻ ശ്രമിച്ചാൽ ദൈവത്തിന് ഈ ലോകത്തിൽ നമ്മളെ കൊണ്ട് വൻ കാര്യങ്ങൾ ചെയ്തെടുക്കുവാനാകും. ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഇവിടെ നമുക്കൊരു തനിമയുണ്ട്. ആ തനിമയാണ് ദൈവത്തിന് വേണ്ടത്. നമുക്ക് ഓരോരുത്തർക്കുമുള്ള തനിമ, ദ യുനിക്നെസ്, അത് ദൈവത്തിന് വേണം. അത് നമുക്ക് വിട്ടുകൊടുക്കാം. അത് ദൈവത്തിന് വേണ്ടി പ്രയോജനപ്രദമാക്കാം. അല്ല, ഈ ലോകത്തിന് നമ്മളെ കൊണ്ട് പ്രയോജനപ്രദമാക്കുവാൻ ദൈവത്തിന് കഴിയും. നാം ദൈവകരങ്ങളിൽ നമ്മെ ഏൽപ്പിച്ചു കൊടുത്താൽ മാത്രം മതി. സദൃശ്യവാക്യങ്ങളിൽ നാം വീണ്ടും കാണുന്നു: നിൻ്റെ യൗവനത്തിൻ്റെ ശക്തി നീ അന്യന് കൊടുക്കരുത്. നമ്മുടെ യൗവനത്തിൻ്റെ ശക്തി രാഷ്ട്രീയത്തിനും അല്ലെങ്കിൽ സാമുദായിക സംഘടനകൾക്കും അവരുടേതായ നിലനിൽപ്പിന് വേണ്ടി, സ്വാർത്ഥമായ സ്ഥാപന താല്പര്യങ്ങൾക്ക് വേണ്ടി, അവരുടെ നിലനിൽപ്പിന് വേണ്ടി ഒക്കെ നമ്മുടെ യുവത്വം നാം വെറുതെ കളയരുത്. ദൈവത്തിൻ്റെ ശക്തി, ദൈവം നമുക്ക് നൽകിയിട്ടുള്ള ആ ശക്തി, അതൊരു അണക്കെട്ടിൽ വെള്ളം തടഞ്ഞു നിർത്തിയിരിക്കുന്നത് പോലെ അത് സംഭരിച്ചു വച്ചിരിക്കുന്ന അത് യുവത്വത്തിൽ ആ ശക്തി പ്രയോജനപ്പെടുത്തി ദൈവത്തിന് വൻ കാര്യങ്ങൾ നമ്മളോട് ചെയ്യുന്നതിന് വേണ്ടിയാണ്. അതുകൊണ്ട് നാം ഒന്നുകൊണ്ടും ഭാരപ്പെടേണ്ട കാര്യമില്ല. ഒരു ബാലനാണെന്ന് തോന്നാം, എനിക്ക് വല്ല കഴിവുകളൊന്നും ഇല്ല എന്നൊക്കെ തോന്നാം. എങ്കിലും ഒന്ന് നോർത്തു നോക്കൂ, ദാവീദ് ബാലനായിരുന്നപ്പോഴാണ് അവൻ തൻ്റെ ജ്യേഷ്ഠന്മാരായിരുന്ന പട്ടാളക്കാർ, ബഹുമിടുക്കന്മാരായിരുന്ന പട്ടാളക്കാർ, കായിക ശേഷിയുള്ള അഭ്യസനം പ്രാപിച്ച പട്ടാളക്കാർ, അവർ തോറ്റ് വിറങ്ങലിച്ച് നിൽക്കുന്ന ആ യുദ്ധക്കളത്തിലേക്ക് ഈ ബാലനായ ദാവീദ് കടന്നു ചെന്നിട്ട് അവൻ തൻ്റെ ജ്യേഷ്ഠന്മാരെ, തൻ്റെ രാജ്യത്തെ, രാജാവിനെ, അല്ല തൻ്റെ ദൈവത്തെ തന്നെ വെല്ലുവിളിച്ചു കൊണ്ട് നിൽക്കുന്ന
ഭീമാകാരനായ ഗോലിയാത്തിനോട് നേരിടുവാൻ പോയത്. അവൻ്റെ കയ്യിലുണ്ടായിരുന്നത് ദൈവകൃപ മാത്രം. അതിന് ബാക്കിയുമായി അവൻ്റെ കയ്യിലിരുന്നത് ഒരു കവണിയും ഏതാനും കല്ലുകളും മാത്രമാണ്. അതുമായിട്ട് ഈ ഭീമാകാരനായ ഗോലിയാത്തിനെ സമീപിച്ചപ്പോൾ ഗോലിയാത്ത് പയ്യനെ കണ്ടിട്ട് കളിയാക്കി ചോദിക്കുക, എടാ കൊച്ചനെ, നീ ഒരു പട്ടിയെ നേരിടാൻ പോകുന്നത് പോലെയാണോ ഒരു കവണിയുമായിട്ട് എന്നെ നേരിടാൻ വരുന്നതെന്ന്? എന്നാൽ ദാവീദ് താൻ വിശ്വസിച്ച തൻ്റെ ദൈവത്തിൻ്റെ നാമത്തിൽ, യഹോവയായ ദൈവത്തിൻ്റെ നാമത്തിൽ, ഇസ്രായേലിൻ്റെ രാജാവായ ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയുടെ നാമത്തിൽ ആ ഗോലിയാത്തിനെ വെല്ലുവിളിച്ചുകൊണ്ട് അവൻ ഗോലിയാത്തിനെ പരാജയപ്പെടുത്തുന്ന കാഴ്ച വളരെ മനോഹരമായി ബൈബിളിൽ വിവരിച്ചിട്ടുണ്ട്. അപ്പോൾ നാം ബാലനാണ് എന്ന് കരുതേണ്ട, വലിയ കഴിവുകളില്ല എന്നൊന്നും ആരും കരുതേണ്ട. ദാവീദ് ദൈവത്തിൽ പ്രത്യാശ വെച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ എൻ്റെ ദൈവത്താൽ മതിലുകൾ ചാടിക്കടക്കും, ഞാൻ പടക്കൂട്ടത്തിൻ്റെ നേരെ പാഞ്ഞു ചെല്ലും എന്ന്. ആ പ്രത്യാശ അത് നമുക്കുണ്ടാകണം. അതാണ് ഒരു യുവാവിൻ്റെ പ്രത്യാശ. നമുക്ക് വീണ്ടും നമ്മൾ 2 ദിനവൃത്താന്തങ്ങൾ എന്ന ബൈബിൾ പുസ്തകത്തിൽ നമ്മളിങ്ങനെ കാണും, ജോസിയാവ് എന്ന രാജാവിനെ കുറിച്ച്. വെറും 8-ാമത്തെ വയസ്സിൽ അവൻ രാജാവായി. അവന് വേണമെങ്കിൽ ആ ബാല്യത്തിൽ അവൻ രാജാവായി എന്നുള്ള അഹന്ത ഒക്കെ കൊണ്ട് അവന് നിഗളിച്ച് അവൻ കൗമാരപ്രായത്തിലേക്ക് കടന്നപ്പോൾ അവൻ്റെ ശാരീരികമായ വളർച്ച, മാനസികമായ വളർച്ച, വൈകാരികമായ വളർച്ച, അതിനെ ഒന്നിനും തടഞ്ഞു നിർത്തുവാൻ അവിടെ ആ രാജ്യത്ത് ആരുമില്ല. താൻ തന്നെയാണ് രാജാവ്. തനിക്ക് ഈ ലോകത്തിൻ്റെ സുഖങ്ങൾ ആവോളം മോന്തി കുടിച്ച് അങ്ങനെ സുഖ സമൃദ്ധിയിൽ അവന് എല്ലാം മറന്ന്, ദൈവത്തെപ്പോലും മറന്ന് അവൻ്റെ പിതാക്കന്മാരെ പോലെ അവന് ജീവിക്കാമായിരുന്നു. എന്നാൽ 8-ാമത്തെ വയസ്സിൽ രാജാവായ ജോസിയാവ് അവൻ്റെ 16-ാമത്തെ വയസ്സിൽ അവൻ ദൈവത്തെ അന്വേഷിക്കാൻ, അവൻ്റെ നല്ല കൗമാരപ്രായത്തിൽ, ടീനേജിൽ അവൻ ദൈവത്തെ അന്വേഷിക്കാൻ അവൻ ആരംഭിച്ചു. ദൈവത്തെ കണ്ടെത്തുന്ന, ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാന്മാരുണ്ടോ എന്ന് കാണുവാൻ ദൈവം സ്വർഗത്തിൽ നിന്ന് മനുഷ്യപുത്രന്മാരുടെ ഇടയിലേക്ക് നോക്കുന്നുവെന്നും ദൈവത്തെ തപ്പി നോക്കി ദൈവത്തെ കണ്ടെത്തണം എന്നൊക്കെ ഉള്ള വചനങ്ങളുടെ മുമ്പിൽ ബാലൻ രാജാവാണെങ്കിൽ പോലും അവൻ ദൈവത്തെ അന്വേഷിക്കുവാൻ തുടങ്ങി. അവൻ്റെ പിതാക്കന്മാരുടെ ദൈവത്തെ അന്വേഷിക്കാൻ തുടങ്ങി. അങ്ങനെ അവൻ്റെ 16-ാമത്തെ വയസ്സിൽ തുടങ്ങിയ അന്വേഷണം 20-ാമത്തെ വയസ്സിലെത്തിയപ്പോൾ അവൻ്റെ പിതാക്കന്മാർ ആ രാജ്യത്തെ ദൈവത്തിൽ നിന്ന് അകറ്റി അത് ഏക സത്യ ദൈവത്തെ ആരാധിക്കുന്നതിന് പകരം അന്യദേവന്മാരെയും അന്യദേവികളെയും ആരാധിക്കുവാൻ അവർക്ക് ബലിപീഠങ്ങളും അശേര പ്രതിഷ്ഠകളും ഒക്കെ പണിത അത് കണ്ടെത്തുകയും അതിനെയൊക്കെ തച്ചുടയ്ക്കുവാൻ അവൻ തീരുമാനിക്കുകയും ചെയ്തു. 20-ാമത്തെ വയസ്സിൽ നല്ല ചുറുചുറുക്കുള്ള സമയത്ത് ആ യുവ രാജാവ് തൻ്റെ പിതാക്കന്മാർ ദൈവത്തെ നിഷേധിച്ച് ഉപേക്ഷിച്ച് അന്യദൈവങ്ങളുടെ പിന്നാലെ പോയി രാജ്യത്തെയും ജനങ്ങളെയും ഒക്കെ വഞ്ചിച്ച്, അല്ലെങ്കിൽ അവർ അന്യദേവന്മാരുടെയും ദേവികളുടെയും ആരാധകരാക്കി തീർത്ത അതിന് പ്രായശ്ചിത്തം എന്നവണ്ണം ഈ യുവാവ് അവൻ ധീരതയോടെ എഴുന്നേറ്റു. അവൻ തൻ്റെ പിതാക്കന്മാരായ രാജാക്കന്മാർ സൃഷ്ടിച്ച, പുരോഹിതന്മാർ ഉണ്ടാക്കി വെച്ച ആ പ്രതിഷ്ഠകളൊക്കെ തകർത്ത് ആ ദേവാലയത്തിൽ അവർക്ക് വേണ്ടി അന്യദേവന്മാർക്ക് വേണ്ടി ഉണ്ടാക്കിയ ബലിപീഠങ്ങൾ തകർത്ത് സകലത്തെയും ദേശത്ത് അവിടെ ഇവിടെയായിട്ട് ഉയർത്തിയിരുന്ന ബലിപീഠങ്ങളെയും അശേര പ്രതിഷ്ഠകളെയും ഒക്കെ തകർത്തുകൊണ്ട് അവൻ ഒരു ശുദ്ധീകരണത്തിന് തയ്യാറായി. അതിൻ്റെ 26-ാമത്തെ വയസ്സിൽ അവൻ ദേവാലയത്തിൻ്റെ അറ്റകുറ്റപ്പണികൾ തീർക്കുവാൻ അവൻ ശ്രമിച്ചു. അങ്ങനെ ദേവാലയത്തിൽ വർഷങ്ങളായിട്ട് നഷ്ടപ്പെട്ട് കിടന്ന ആചാരാനുഷ്ഠാനത്തിൻ്റെതായ ദൈവിക പ്രമാണങ്ങളെക്കുറിച്ചുള്ള പുസ്തകം അത് കണ്ടെത്തുകയും അത് വായിച്ചപ്പോഴാണ് ദൈവത്തിൽ നിന്ന് അവരെന്തുമാത്രം അകന്നുപോയി എന്ന ബോധ്യമായി അവൻ നിലവിളിച്ച് നിലമ്പാട് വീണ് അവനും സമൂഹവും രാജാവും സമൂഹവും ജനവും എല്ലാവരും ദൈവത്തിന് മുമ്പിൽ പ്രായശ്ചിത്തം ചെയ്ത് അവർ മടങ്ങി വരുന്ന ഒരു അനുഭവം അവിടെയുണ്ട്. നോക്ക്,
വെറും 8-ാമത്തെ വയസ്സിൽ, നിങ്ങളുടെയൊക്കെ പ്രായത്തിൽ അവൻ തുടങ്ങി രാജാവായി. അവൻ വഷളായി പോകാനുള്ള ഏറ്റവും നല്ലൊരു പ്രായമായിരുന്നു. അല്ലെങ്കിൽ അതിൻ്റെ 8, 10, 12 അവന് ടീനേജിലേക്ക് അവൻ കടന്നപ്പോൾ അവന് ഈ ലോകത്തിൻ്റെതായ ഇമ്പങ്ങൾ അവനൊന്നും തടയുവാൻ ആരുമില്ലല്ലോ. അവൻ അതൊക്കെ ആസ്വദിച്ച് അങ്ങനെ ജീവിക്കാമായിരുന്നു. പക്ഷേ അവനവൻ്റെ 16-ാമത്തെ വയസ്സിൽ അവൻ്റെ പിതാക്കന്മാരുടെ ദൈവത്തെ അന്വേഷിച്ചു. 20-ാമത്തെ വയസ്സിൽ അവൻ്റെ പിതാക്കന്മാരുടെ ദൈവങ്ങളല്ല അവിടെ ഇരിക്കുന്നത്, ബിംബങ്ങളും അത് പ്രതിഷ്ഠകളും അത് മറ്റ് പലതുമൊക്കെയാണെന്ന് കണ്ടെത്തിയിട്ട് അതിനെയൊക്കെ തച്ചുടയ്ക്കുവാൻ അവൻ തീരുമാനിച്ചു. അവൻ അവിടെ മുതിർന്നവരെ അവൻ വകവെച്ചില്ല. കാരണം മുതിർന്നവർ വഷളത്വത്തിന് യുവതലമുറകളെ നയിച്ചു എന്ന് കണ്ടപ്പോൾ മുതിർന്ന തലമുറകളെ അവർ മാനിച്ച് അവരുണ്ടാക്കി വെച്ച ദൈവത്തിന് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളെ അനുകരിക്കാനല്ല, അവരുടെ പിതാക്കന്മാരെയോ അവരുടെ മുതിർന്ന തലമുറയുടെ വഷളത്വത്തെ അനുകരിക്കുവാനല്ല, മറിച്ച് സത്യമാണെന്ന് ബോധ്യമായതിന് ഉറച്ചു നിൽക്കുവാൻ ആ യുവാവായ രാജാവ് തീരുമാനിച്ചു. അവൻ്റെ 26-ാമത്തെ വയസ്സിൽ അവിടെയൊക്കെ അവൻ്റെ പുരോഹിതന്മാർ, സമൂഹത്തിലെ പ്രമാണികൾ, അവൻ്റെ പിതാക്കന്മാരായ രാജാക്കന്മാർ അവരൊക്കെ ചെയ്തു വെച്ച ദൈവത്തിന് വിരുദ്ധമായിട്ടുള്ള ഒക്കെയും അതിനെല്ലാത്തിനെയും തകിടം മറിച്ചുകൊണ്ട് അവൻ വലിയൊരു ശുദ്ധീകരണം നടത്തി. പ്രിയപ്പെട്ട യുവാക്കന്മാരെ, നിങ്ങൾക്ക് വാശിയോടെ, വളരെ വീര്യത്തോടെ, നിങ്ങൾക്ക് വളരെ തീവ്രതയോടെ, വളരെ ശുഷ്കാന്തിയോടെ അനുകരിക്കാൻ പറ്റുന്ന ഒരു കഥാപാത്രത്തെയാണ് 2 ദിനവൃത്താന്തത്തിൽ യോശിയ രാജാവിൻ്റെ ജീവിതത്തിലൂടെ ബൈബിൾ വരച്ച് കാട്ടുന്നത്. അതുകൊണ്ട് ദൈവത്തെ ബാല്യത്തിൽ തന്നെ, കൗമാരത്തിൽ തന്നെ, യൗവനത്തിൽ തന്നെ അന്വേഷിച്ച് നാം കണ്ടെത്തേണ്ടതായിട്ടിരിക്കുന്നു. അങ്ങനെ നാം ദൈവവചനത്തിൽ പറയുന്നുണ്ടല്ലോ, ബാലന് നടക്കേണ്ടുന്ന വഴിയിൽ നടത്തിയാൽ അവൻ വൃദ്ധനായാലും അത് വിട്ടുമാറുകയില്ല എന്ന്. അപ്പോൾ നടക്കേണ്ടുന്ന വഴി, നിങ്ങളിപ്പോൾ നിങ്ങളുടെ ആ പ്രായത്തിൽ നടക്കേണ്ടുന്ന വഴി അഭ്യസിക്കണം. നടക്കേണ്ടുന്ന വഴിയിൽ നടന്നാൽ നിങ്ങളുടെ ജീവിത അന്ത്യം വരെയും അത് നിങ്ങൾക്ക് കാവലായിരിക്കും. വീണ്ടും സദൃശവാക്യങ്ങളിൽ പേഴ്സോണിഫൈഡായിട്ട് ജ്ഞാനം പറയുന്നു, മക്കളെ നിങ്ങൾ എന്നെ അന്വേഷിപ്പിൻ, എൻ്റെ വഴി കേൾപ്പിൻ, എൻ്റെ വാക്കുകൾക്ക് ചെവി ചായ്പിൻ, നിങ്ങൾക്ക് ഒരു നഷ്ടവും അതുകൊണ്ട് വരില്ല, നന്മകളെ ഉണ്ടാകൂ. അങ്ങനെ ഒരു സ്ത്രീയെപ്പോലെ, ഒരു അമ്മയെപ്പോലെ ജ്ഞാനം തൻ്റെ മക്കളെ ഉപദേശിക്കുന്ന നിലയിൽ സദൃശ്യവാക്യങ്ങളിൽ ബൈബിളിൽ അങ്ങനെ വളരെ മനോഹരമായി ദൈവഭക്തിയെക്കുറിച്ച്, ദൈവ ഭയത്തെക്കുറിച്ച് ഒക്കെ വിവരിക്കുന്നുണ്ട്. ദൈവഭക്തിയാണ്, ദൈവഭയമാണ് ജ്ഞാനത്തിൻ്റെ ആരംഭം. നിങ്ങൾ ഈ ഹൈടെക് യുഗത്തിൽ മത്സര്യത്തോടെ അല്ലെങ്കിൽ വാശിയോടെ, വീറോടെ, വിത്ത് അത്ലറ്റിക് മൈൻഡ്, സ്പോർട്സ്മാൻ സ്പിരിറ്റോടുകൂടി നിങ്ങളുടെ ഭൗതിക നന്മയ്ക്ക് വേണ്ടിയുള്ള പഠനങ്ങളും ജീവിത മാർഗങ്ങളും ഒക്കെ ആരായുന്ന സമയത്ത് തന്നെ ദൈവത്തെ അന്വേഷിക്കുകയും ദൈവത്തെ തപ്പി നോക്കുകയും ദൈവത്തെ കണ്ടെത്തുകയും ചെയ്യേണ്ടതായിട്ടുണ്ട്. അങ്ങനെ കണ്ടെത്തുമ്പോൾ നമ്മുടെ എല്ലാ ടെൻഷനുകൾക്കും അവിടെ പരിഹാരമാകും. ദൈവം നമുക്ക് കൂടെയുണ്ടെങ്കിൽ അസാധ്യമായിട്ട് ഒന്നുമില്ല. ദൈവഭക്തി, ദൈവഭയം, ദൈവവിശ്വാസം ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഏത് പ്രതിസന്ധികളെയും നേരിടുവാനായിട്ട് നമുക്ക് സാധിക്കും. ജീവിതത്തിലെ എന്ത് ടെൻഷനും, ജീവിതത്തിലെ എന്ത് സാഹചര്യങ്ങളെയും നമുക്ക് നേരിടുവാനായിട്ട് സാധിക്കും. നമുക്ക് ദൈവകൃപ നമ്മുടെ കൂടെ ഉണ്ടായെങ്കിൽ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി തൻ്റെ ജീവനെ തന്നെ നൽകിയത് തൻ്റെ യുവത്വത്തിലാണ്. തനിക്ക് 33 വയസ്സ് പ്രായമുള്ളപ്പോഴാണ് ഈ ലോകത്തിൻ്റെ മുഴുവൻ രക്ഷയ്ക്കായി യേശു തൻ്റെ ജീവൻ ബലിയായി, യാഗമായി കാൽവരി ക്രൂശിൽ സമർപ്പിച്ചത്. തൻ്റെ അവസാന തുള്ളി രക്തം വരെയും എൻ്റെയും നിങ്ങളുടെയും പാപത്തിന് പ്രായശ്ചിത്തമായി യേശു ചൊരിഞ്ഞുവെങ്കിൽ, ആ യേശുവിനെ നമ്മുടെ നേതാവായി, നമ്മുടെ ലീഡറായി, നമ്മുടെ കർത്താവായി, നമ്മുടെ രക്ഷകനായി, നമ്മുടെ ഗുരുവായി, നമ്മുടെ ഏക മധ്യസ്ഥനായി സ്വീകരിച്ച യേശുവിൻ്റെ പിന്നാലെ നമുക്ക് എല്ലാറ്റിനും മാതൃക യേശുവാണ്. യേശുവിൻ്റെ പിന്നാലെ നാം ഓരോ സ്റ്റെപ്പും മുമ്പോട്ട് വെച്ച് നാം പോവുകയാണെങ്കിൽ ജീവിതത്തിൻ്റെ ഏതളവിലും നമ്മളുടെ സകല
ബലഹീനതയും യേശു അനുഭവിച്ചു. പാപമൊഴികെ മറ്റെല്ലാറ്റിനും നമുക്ക് തുല്യനായി യേശു ജീവിച്ചു. ആ യേശുവിനെ നാം അനുകരിക്കുകയാണെങ്കിൽ ഈ ജീവിതത്തിലെ ഏത് പ്രതിസന്ധികളെയും നേരിടുവാനുള്ള ആ ദൈവകൃപ നമ്മുടെ കൂടെ ഇരിക്കും. നമുക്ക് ജീവിതത്തിൽ വിജയം കൈവരിക്കാൻ സാധിക്കും. നിങ്ങൾക്ക് ഈ 1 hour കൗൺസിലിംഗ് ക്ലാസ് പ്രയോജനകരമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ നന്മകളെയും ഞാൻ നിങ്ങൾക്ക് നേരുന്നു. ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ യുവത്വത്തെ ആരും തുച്ഛീകരിക്കാതിരിക്കട്ടെ. നിങ്ങൾ യുവത്വത്തിൽ തന്നെ ദൈവത്തിനും മനുഷ്യർക്കും പ്രിയങ്കരായി നിങ്ങളുടെ വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും ദൈവത്തിനും മനുഷ്യർക്കും പ്രിയങ്കരായി വളരുവാൻ ആവശ്യമായ എല്ലാ കൃപകളും ദൈവം നിങ്ങൾക്ക് നൽകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. നമുക്ക് ഒരു വാക്ക് പ്രാർത്ഥിക്കാമോ? ദൈവം, നമ്മളെ സൃഷ്ടിച്ച ദൈവം, നമ്മളെ ഇത്രത്തോളം കൊണ്ടുവന്ന ദൈവം തുടർന്നും നമ്മളെ നന്മയിലൂടെ നടത്തുവാൻ അവിടുത്തെ കരങ്ങളിൽ അവസാനം നാം സുരക്ഷിതരായി നിത്യസൗഭാഗ്യം അനുഭവിക്കുവാൻ തക്കവണ്ണം ഈ ലോകത്തിൻ്റെതായ ഇമ്പങ്ങളും അതിൻ്റേതായ വശ്യതകളും അതിൻ്റേതായ ആർഭാടങ്ങളും ആകർഷണങ്ങളും ദൈവത്തിൽ നിന്ന് നമ്മെ അകറ്റാതെ ദൈവവുമായി നാം നല്ല ബന്ധം സ്ഥാപിച്ച് മുമ്പോട്ട് പോകുവാൻ ആവശ്യമായ കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു. കർത്താവേ, ഞങ്ങൾ അങ്ങയെ വാഴ്ത്തുന്നു. അവിടുത്തെ തിരുനാമത്തിന് ഞങ്ങൾ മഹത്വം കരയറ്റുന്നു. ദൈവമേ, യുവാക്കന്മാരുമായി, യുവതികളുമായി, കൗമാരപ്രായത്തുള്ളവരുമായി, ബാലന്മാരുമായി, ബാലികമാരുമായി 1 മണിക്കൂർ സമയം പങ്കുവയ്ക്കുവാൻ അടിയന് അവിടുന്ന് നൽകിയ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ പല കാര്യങ്ങളും അവരുമായി പങ്കുവയ്ക്കുവാൻ അവിടുന്ന് ഒരുക്കി തന്ന ഈ സാവകാശത്തിനായി സ്തോത്രം. ഈ വീഡിയോയിലൂടെ ഈ പ്രോഗ്രാം കേൾക്കുന്ന കാണുന്ന യുവജനങ്ങൾക്ക് ഇത് വലിയ അനുഗ്രഹത്തിന് കാരണമായി തീരണമേ. ദൈവത്തെ അവർ കണ്ടുമുട്ടുന്ന അനുഭവമായി മാറണമേ. അവരുടെ ജീവിതത്തിലെ എല്ലാ കഴിവുകളും അവർക്ക് അവിടുന്ന് നൽകിയിട്ടുള്ള എല്ലാ താലന്തുകളും ആ തനിമയിൽ തന്നെ അവർ അത് പ്രകടമാക്കുവാൻ, ദൈവത്തിന് പ്രസാദമുള്ളവരായി ജീവിക്കുവാൻ ആവശ്യമായ എല്ലാ കൃപകളും അവർക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ഹൈടെക് യുഗത്തിൽ ഇൻഫർമേഷൻ ഫ്ലഡിൻ്റെ അതിൽ മുങ്ങിപ്പോകാതെ അതിൽ ഉറച്ചു നിന്ന് നല്ലത് തിരഞ്ഞെടുക്കുവാൻ, ചീത്തയെ കളയുവാൻ അവരെപ്പോഴും സംയമനത്തോടെ എല്ലാ കാര്യങ്ങളും ദൈവകൃപയിൽ ആശ്രയിച്ച് തീരുമാനങ്ങൾ എടുക്കുവാൻ, തിരഞ്ഞെടുക്കുവാൻ ഈ ലോകത്തിലാണ് അവരെങ്കിലും ഈ ലോകത്തിൻ്റെ അല്ലാത്തതുപോലെ ജീവിച്ചുകൊണ്ട് ഈ ലോകത്തിന് നേതൃത്വം നൽകുന്നവരായി ഭൂമിയുടെ ഉപ്പും ലോകത്തിന് പ്രകാശവുമായി തീർക്കുവാൻ അവരെ അവിടുത്തെ പൊന്നുകരങ്ങളിൽ സമർപ്പിക്കുന്നു. എല്ലാവിധമായ ഈ ലോകത്തിലെ ടെൻഷനുകളിൽ നിന്നും നിൻ്റെ മക്കൾക്ക് വിടുതൽ കൊടുക്കണമേ. സ്വസ്ഥതയും സമാധാനവും അവർക്ക് നൽകണമേ. പ്രത്യാശ അവർക്ക് നൽകണമേ. ജീവിതത്തെക്കുറിച്ച് വളരെ ശുഭാപ്തി വിശ്വാസം അവർക്ക് നൽകണമേ. എല്ലാ നെഗറ്റീവ് എലമെൻസും അവർ വലിച്ചെറിഞ്ഞിട്ട് പ്രത്യാശയോടെ പോസിറ്റീവായി വളരെ തന്മയത്വമായി ദൈവത്തിൽ പൂർണ്ണമായും ശരണപ്പെട്ടുകൊണ്ട് ദൈവത്തിൽ വിശ്വസിക്കുന്നവർക്ക്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എങ്കിൽ ഞങ്ങൾ ഒന്നിനെക്കുറിച്ചും ഭാരപ്പെടണ്ടല്ലോ. എപ്പോഴും സന്തോഷിപ്പിൻ എന്നുള്ള ദൈവവചനപ്രകാരം, ഇടവിടാതെ പ്രാർത്ഥിപ്പിൻ എന്നുള്ള ദൈവവചനപ്രകാരം, എല്ലാറ്റിനും ദൈവത്തിന് സ്തോത്രം ചെയ്യുവിൻ, നന്ദി കരയറ്റുവിൻ എന്ന ദൈവവചനപ്രകാരം പ്രത്യാശയോടെ, പ്രസരിപ്പോടെ, ഉന്മേഷത്തോടെ, ഉണർവോടെ അവിടുത്തെ മുഖത്തേക്ക് നോക്കി മുന്നോട്ട് ജീവിക്കുവാൻ ആവശ്യമായ എല്ലാ കൃപകളും നിന്റെ മകളുടെ മേൽ പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ശത്രുവായ പിശാച് അവരെ തൊടാതെ വണ്ണം അവിടുത്തെ പ്രിയപുത്രൻ്റെ തിരുരക്തം കൊണ്ട് അവരെ മുദ്രയിട്ട് കാത്തു സൂക്ഷിക്കുമാറാകണമേ. സകലമാനവും മഹത്വവും ഞങ്ങൾ അംഗീകരിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം ചെയ്യുന്നു. ക്രിസ്തു യേശുവിൻ്റെ വിലയേറിയ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ദൈവം കേൾക്കുമാറാകണം. സ്വർഗീയ പിതാവേ.